നമസ്കാരം. മൈമൻ്റെ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുന്നു എന്നറിയുന്നു. വളരെ സന്തോഷം. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ അതായത് 56/2025 ഡിഗ്രി ലെവലിലെ ആദ്യ പ്രിലിംസ് പരീക്ഷയുടെ മലയാള ഭാഗത്തു നിന്നുള്ള 10 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ അറിയുന്നത് പോലെ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയ മലയാള ഭാഗത്തു നിന്നുള്ള വളരെ നിലവാരം പുലർത്തിയ ഒരു ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചോദ്യപേപ്പറായിരുന്നു കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റേത്. കുറച്ചേറെ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനി വരുന്ന എക്സാമിന്, പ്രത്യേകിച്ച് സെക്കൻഡ് ഫേസിലും അതുപോലെ തന്നെ ഇനി നമ്മൾ വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷകളിലൊക്കെ തന്നെ ഈ ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, ഈ പറയുന്ന മലയാളത്തിൽ, അതായത് മലയാള ഭാഗത്തു നിന്ന് ചോദിച്ച ഈ 10 ചോദ്യങ്ങളും നമ്മൾ നമ്മുടെ ആപ്പിനകത്ത്, നമ്മുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമേ അറിയിക്കുകയാണ്. ഇനി ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കി വരാം. മക്കൾ, അതിലെ ആദ്യത്തെ ചോദ്യം താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ചോദ്യം ശ്രദ്ധിക്കുക. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? സത്യത്തിൽ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻസ് നോക്കിയേ. ത പ്ലസ് കോല് എന്നാണ്, താഴെ പ്ലസ് കോല് എന്നാണ്, താക്ക് പ്ലസ് കോല് എന്നാണ്, താ പ്ലസ് കോല് എന്നാണ്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് PSCയുടെ ഉത്തരം താഴെ പ്ലസ് കോല് എന്നുള്ളതാണ്. താഴെ പ്ലസ് കോല്. സത്യത്തിൽ നമുക്ക് ശരിയായ ഒരു സന്ധി നിയമം അനുസരിച്ച് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത് എന്നത് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഓർക്കേണ്ടത് താഴിലേക്കുള്ള കോല് എന്ന അർത്ഥത്തിലാണ് താക്കോൽ എന്ന പദം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ താഴ് തുറക്കുന്നതിനുള്ള കോല് എന്ന അർത്ഥത്തിലാണ് ആ ഒരു പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് താഴെ പ്ലസ് കോല് താക്കോലായി മാറുന്നത്. അവിടെ നമ്മൾ ഇതിന് സമാനമായി ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് താവഴി എന്നുള്ള പദം. താവഴി. ഇവിടെ നമുക്ക് ഴ എന്ന ശബ്ദം പോവുകയും കാ ഇരട്ടിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഴ എന്ന ശബ്ദം പോയി കാ ഇരട്ടിച്ചു. അപ്പോൾ നമുക്ക് പോയത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പോലും ലോപം അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെ? എന്നാൽ ഇവിടെ നോക്കിയേ, താവഴി എന്ന പദത്തിലേക്ക് വരിക. താവഴി പ്രീവിയസ് ചോദ്യമാണ്. താവഴി എന്നുള്ളത് അതെങ്ങനെയാ പിരിച്ചെഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തായ് പ്ലസ് വഴി എന്നുള്ളതാണ്. തായ് പ്ലസ് വഴിയാണ് എന്തായി മാറുന്നത്? താവഴിയായി മാറുന്നത്. മക്കളെ, ഇവിടെ നോക്കിയേ, താക്കോൽ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതി? നമ്മൾ താഴെ പ്ലസ് കോൽ എന്ന് പിരിച്ചെഴുതി. താഴെ അല്ലെങ്കിൽ താഴിലേക്കുള്ള കോല്, താഴെ തുറക്കുന്നതിനുള്ള കോല് എന്ന അർത്ഥത്തിൽ ആ ഒരു പദം വരുന്നത്. അപ്പോൾ തായ് പ്ലസ് വഴി താവഴിയാകുന്നു. എങ്കിൽ നോക്കിയേ, പൂവ് പ്ലസ് മേനി. പൂവ് പ്ലസ് മേനി എന്തായി മാറുന്നു? ഇതിലെ വ് എന്ന ശബ്ദം നഷ്ടമാകുന്നു, പൂമേനി എന്നായി മാറുന്നു. പൂമേനി. അപ്പൊ ഇതായിരുന്നു, അല്ലെ? അതായത് താഴെ പ്ലസ് കോല് താക്കോൽ. ഇതായിരുന്നു നമ്മുടെ ഈ എക്സാമിലെ പിരിച്ചെഴുത്തിൽ ഉള്ള ചോദ്യം. നമുക്കറിയാം, നമ്മുടെ എല്ലാ പരീക്ഷകളും, പ്രത്യേകിച്ച് PSC 10 മാർക്കിന് മലയാള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഒരു പിരിച്ചെഴുത്തും ഒരു ചേർത്തെഴുത്തും ഈ അടുത്തുള്ള എല്ലാ പരീക്ഷകളും നിർബന്ധമായും PSC ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പിരിച്ചെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ പരീക്ഷകളിൽ, അതായത് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പ്രീവിയസ് ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. മക്കളെ നോക്കി, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ്, അതായത് 38/2024, ശ്രദ്ധിക്കുക, 38/2024, അതായത് 2024 ഡിഗ്രി ലെവലിൽ നടത്തിയ 1ാം ഘട്ട പ്രിലിംസ് പരീക്ഷയ്ക്ക് ഈ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. താവഴി. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇതായിരുന്നു നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യം. കറക്റ്റ് കണക്ഷനാ. ഇവിടെ നോക്കുക, താവഴി, അതായത് തായ് പ്ലസ് വഴി, അതാണ് താവഴി എന്ന് പറയുന്നത്. ഇതാ കിടക്കുന്നുണ്ട്, തായ് വഴി. ഇതിന് സമാനമായ സെയിം ചോദ്യമല്ല അവിടെ ചോദിച്ചത്. നമ്മുടെ ആപ്പിനകത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്ന സമയത്ത്, ഈ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്ന സമയത്ത് അതിനനുബന്ധമായി പറഞ്ഞെടുത്ത് ഈ പറയുന്ന താക്കോൽ എന്ന പദം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ നോക്കി വെച്ചേ, കണ്ടോ? കറക്റ്റ് ചോദ്യമാണ്. അതേപോലെ നമ്മൾ പറഞ്ഞതുപോലെ വന്നൊരു ചോദ്യമാണ്. തായ് പ്ലസ് വഴി താവഴി. ഇത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാ. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കണ്ടോ? നോക്കിയേ, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ 2ാമത്തെ പ്രിലിംസിൽ, അതായത് നോക്കിയേ, 47/2024 ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചത് കാട്ടിനൈൻ എന്ന പദം പിരിച്ചെഴുതാനാണ്. കാട്ടിനൈൻ. നോക്കിയേ, കാട്ടിനൈൻ, ഇതാണ് വാക്ക്. കാട്ടിനൈൻ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്ന പദത്തിനകത്ത് വ, യ, ന ഇവയുണ്ട് എങ്കിൽ, അതായത് വ്, യ, ന് എന്നീ ശബ്ദങ്ങൾ ഉണ്ട് എങ്കിൽ ആ വരുന്ന പദം ഏതാണോ അതങ്ങ് ക്യാൻസൽ ചെയ്യുക.
ക്യാൻസൽ ചെയ്തിട്ട് അവിടെ ഒരു പ്ലസ് കൊടുക്കുക. പ്ലസിന് ശേഷം അതിനോടൊപ്പം ഏത് ചിഹ്നം ഉണ്ടോ ആ ചിഹ്നം എഴുതുക. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കാട്ടിനേൻ എന്നല്ലേ പദം, കാട്ടിനേൻ എന്ന പദം. മക്കളെ നോക്കിയേ, ഇതിലെ ഞാൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, അവിടെ ഒരു പ്ലസ് കൊടുക്കുന്നു. ഇതിന്റെ ചിഹ്നം ഏതാണ്? എ. അത് പ്ലസിന് ശേഷം എഴുതി. ഒന്നുകൂടെ, കാട്ടിനേൻ എന്ന പദം, അതിനകത്ത് നായാണുള്ളത്. ആ നാ ക്യാൻസൽ ചെയ്തു, അവിടെ പ്ലസ് കൊടുത്തു മേളിൽ. എന്നിട്ട് അതിന്റെ ചിഹ്നം ഏതോ ആ ചിഹ്നം നമ്മൾ പ്ലസിന് ശേഷം ഇട്ടു. എ എന്ന ശബ്ദം, കാട്ടി പ്ലസ് ഏൻ. നേരത്തെ പറഞ്ഞത് താവഴി എന്ന് പറയുന്ന ലോപസന്ധിയാണെങ്കിൽ ഇത് ആഗമസന്ധിയാണ്. കാട്ടി പ്ലസ് ഏൻ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ തന്നെ കാട്ടി പ്ലസ് ഏൻ ആണ്. നോക്കു മക്കളെ, ഇവിടെ എന്ത് കാണുന്നുണ്ട്? നമ്മൾ കാട്ടി പ്ലസ് ഏൻ കാണുന്നുണ്ട്. യാ. കാട്ടി പ്ലസ് നേൻ കാണുന്നുണ്ട്. കാട്ടിന് പ്ലസ് ഏൻ കാണുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ. നമ്മുടെ ഉത്തരം കിട്ടിയില്ലേ? നല്ല ചോദ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രിലിംസ് പരീക്ഷ, അതായത് 71/2024 ഡിഗ്രി ലെവലിന്റെ സ്റ്റേജ് 3, കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി ലെവലിന്റെ സ്റ്റേജ് 3. ഈ ചോദ്യം ഓർമ്മയുണ്ടോ മക്കളെ? ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളല്ലേ? അറ്റൻഡ് ചെയ്തവരൊന്ന് താഴെ കമന്റ് ചെയ്തോണേ. നോക്കിയേ, ഇവിടെ നോക്കിയേ, 800 എന്ന പദം പിരിച്ചെഴുതാം നമുക്ക്. എങ്ങനെ? 800 എന്ന പദം. മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ചില വാക്കുകളൊക്കെ തന്നെ ഞാനിതിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ചില വാക്കുകൾ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യാൻ തരുന്നുണ്ട്. അത് നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അകത്ത് നിങ്ങളുടെ ഉത്തരങ്ങളൊന്ന് ഇട്ട് വരണം കേട്ടോ. അന്ന് ശ്രദ്ധിച്ചോണം, ഏതൊക്കെ ചോദ്യം ഞാൻ പറയുന്നുണ്ടോ അന്ന് കമന്റ് ചെയ്തോണം. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ തന്നെ ഞാൻ പിന്നെ പിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞാൻ അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. മക്കളെ നോക്കിയേ, 800 എന്ന പദം, 800 എന്ന പദം പിരിച്ചെഴുതണം. എണ്ണ് പ്ലസ് 100 ഉണ്ട്, എൻ പ്ലസ് 100 ഉണ്ട്, എൻ പ്ലസ് ഊറുണ്ട്, എൻ പ്ലസ് ഊറ്. ഈ രണ്ട് ശബ്ദങ്ങൾ കാണാം, എണ്ണ്. ഓക്കെ, ഇതിലേതാണ് ശരിയായ പദം എന്നാണ് നോക്കേണ്ടത്. 800 എന്ന പദം ഇതാണ്. 800 ഇതാണ് പദം. ഓക്കെ, ഇതിനകത്തുനിന്ന് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു നായെ കട്ട് ചെയ്ത് അവിടെ ഒരു പ്ലസ് കൊടുക്കുന്നു. ആ നായ്ക്ക് പകരം ഫ്രണ്ടിൽ നാ വയ്ക്കുന്നു. നാ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ചിഹ്നം കണ്ടോ, അതായത് ഊ എന്ന ചിഹ്നം, അത് അതിന് ശേഷം കൊടുത്തു. ഇനി മിച്ചമുള്ള നായ്ക്ക് ഒരു ചന്ദ്രക്കലയും കൊടുത്തു. കാരണം എന്താ? നമ്മൾ 2 നായിൽ നിന്നാണ് ഒരു നാ പുറത്തേക്ക് എടുത്തത്. 2 നായിൽ നിന്ന് 1 പുറത്തേക്ക് എടുത്തു. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് തന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഇരട്ടിച്ച ശബ്ദമാണെങ്കിൽ അത് എഴുതുക 800. ഇതല്ലേ ശബ്ദം? 800 ഇതാണ് ശബ്ദം. ഇതിൽ ഒരു നാ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് അവിടെ പ്ലസ് കൊടുക്കുക. നാക്ക് പകരം വരുന്നതാണ്. നാക്ക് പകരം. അപ്പോൾ ആ നാ ഇവിടെ വെക്കുന്നു. എന്നിട്ട് ഈ ഊ അടയാളത്തെ നാക്ക് ശേഷം നു. ഇനി ഇവിടെ 2 നായായിരുന്നില്ലേ? അതായത് ഇന്ന എന്ന ശബ്ദം ഉണ്ടാകുന്നത് ന പ്ലസ് നായാണ്. 2 ന, ന പ്ലസ് ന. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത സ്ഥിതിക്ക് മിച്ചമുള്ളത് ന അല്ലേ? അപ്പൊ മിച്ചം ന ആണ്. ഈ ന എന്ന് പറയുന്നത് ഇണ്ണെന്ന ചില്ലിന് സമമാണ്. ഇണ്ണെന്ന ചില്ലിന് സമം. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നു n പ്ലസ് 100. n പ്ലസ് 100. ഉത്തരത്തിലല്ലേ? ഏതാ കിടപ്പുണ്ട് ഉത്തരം? n പ്ലസ് 100. നൈസ് പരിപാടിയല്ലേ? അപ്പോൾ n പ്ലസ് 100 ആണ് 800. നല്ല ചോദ്യമല്ലേടാ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് 2024 അതിന് മുമ്പ് എന്ത് ചെയ്തത്? ഡിഗ്രി ലെവലിൽ ഒരു പ്രിലിംസ് പരീക്ഷ നടക്കുന്നത്. ആ 2023 ഡിഗ്രി ലെവൽ പരീക്ഷയുടെ സ്റ്റേജ് 1 31/2023 31/2023 ഉണ്മ എന്നുള്ള പദമായിരുന്നു ചോദിച്ചത്. ഉണ്മ എന്നുള്ള പദം. മക്കളെ നോക്കിയേ, അത്രയേറെ വർക്ക് ചെയ്താൽ ഞങ്ങൾ ഈ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എത്രയേറെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടണം എന്ന ലക്ഷ്യത്തോടുകൂടെ ഞങ്ങൾ ഇത് തരുന്നത്. സോ നിങ്ങൾ പഠിച്ചോണം, സ്കിപ്പ് ചെയ്യരുത് ഒരു ചോദ്യം പോലും. മക്കളെ നോക്കി വെച്ചേ, ഉണ്മ എന്ന വാക്ക്, ഇതാണ് വാക്ക് ഉണ്മ. ഉണ്മ അല്ലെ? അതായത് ഉണ്മ എന്ന് പറയുന്ന പദം ഉണ് പ്ലസ് മ, അതാണ് 2 ശബ്ദങ്ങൾ ഇതിലുള്ളത് അല്ലെ? ഈ ന എന്ന് പറയുന്നത് ല എന്ന ശബ്ദത്തിന് പകരം വരുന്നതാണ്. ഓക്കെ, ല എന്ന ശബ്ദത്തിന് പകരം വരുന്ന പദമാണ് ന. ഓക്കെ അല്ലേ? എന്തിന് പകരം? ക്ക് പകരം. ഓക്കെ, അതായത് ല എന്ന പദം നാക്ക് പകരവും, ഇനി ല എന്നത് നാക്ക് പകരം വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ് എന്നുള്ളത് ന മാറിയിട്ട്, ക്ഷമിക്കുക, ഉ എന്ന് പറയുന്നത് ന മാറിയിട്ട് പകരം ള വരുന്നു, പ്ലസ് മായാകുന്നു. ഈ ള എന്ന് പറയുന്നത് ഇൾ എന്ന ശബ്ദത്തിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഉൺ പ്ലസ് മാ എന്ന് കിട്ടുന്നു. ക്ഷമിക്കുക, ഉൾ പ്ലസ് മാ എന്ന് കിട്ടുന്നു.
അല്ലെ, ള് ആവുമ്പോൾ ഇള്, കണ്ടോ, ഉൾ പ്ലസ് മ, ഉൾമ അല്ലെ, ഉൾ പ്ലസ് മ, ഇതാണ് ഉത്തരം. ഉൾ പ്ലസ് മ. സെറ്റ് അല്ലേടാ, പൊളിയല്ലേ. ഉണ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും എഴുതുന്നത് എങ്ങനെയാ, ഉണ് പ്ലസ് മായെന്നോ, കണ്ടോ, ഉണ് പ്ലസ് മായെന്നോ, ഉൺ പ്ലസ് മായെന്നോ ഒക്കെ എഴുതും. എടുക്കരുത്, ഇതാണ് ശരി. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഡിഗ്രി ലെവലിന്റെ സ്റ്റേജ് 1 അല്ലേ, എങ്കിൽ സ്റ്റേജ് 2-ൽ 2023 ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2-ൽ എന്ത് ചോദിച്ചു? അന്തസത്ത എന്ന പദം ചോദിച്ചു. അന്തസത്ത, അന്തസത്ത, അന്തസത്ത എന്ന പദം നോക്കിയേ, അന്തസത്ത ഇരട്ടിച്ച സകാരമാണ്, ഇരട്ടിച്ച സ. അപ്പോ ആ സ എന്ന ശബ്ദത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ ശബ്ദത്തിനടുത്ത് ഒരു പ്ലസ് ഇടുക, എന്നിട്ട് അതിൽ ഒരു സ ക്യാൻസൽ ചെയ്ത് ഫ്രണ്ടിൽ വിസർഗം കൊടുക്കുക. മിച്ചം അതേപോലെ എഴുതിയാൽ മതി. അപ്പോ അന്ത വിസർഗമാണ്, പ്ലസ് ഇവിടെ ഒരു സ മിച്ചമുണ്ടല്ലോ, സത്ത. ഓക്കെ, നോക്കിയേ, ഉത്തരം കിട്ടിയില്ലേ? ക്ലിയർ അല്ലടാ, സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാലോ. എങ്കിൽ അതേ ലെവലിൽ, അതേ ഡിഗ്രി ലെവലിലെ മൂന്നാമത്തെ ചോദ്യം, 2023 സ്റ്റേജ് 3 ചോദ്യം, മരങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. മരങ്ങൾ, മരങ്ങൾ നോക്കിയേ, മരങ്ങൾ ഇതാണ് വാക്ക്, മരങ്ങൾ ഇതാണ് വാക്ക്. ഇവിടെ നോക്കിയേ, ഇങ്ങ എന്നുള്ള ശബ്ദമാണ്, ങ അല്ലെ, ഇങ്ങ. ഇങ്ങ എന്ന് പറയുന്ന ശബ്ദം വരുന്നത് ങ് പ്ലസ് ങ് ആണ്, ങ് പ്ലസ് ങ്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങ വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? പ്ലസിന് മുമ്പ് അമ്മ കൊടുക്കണം, പ്ലസിന് ശേഷം ഈ ങയുടെ സ്വരവർണ്ണ ഖരവർണ്ണം, അതായത് ആദ്യ ശബ്ദം ഖരം, ക ഖ ഗ ഖ ങ, ഇതല്ലേ എന്താണ് ആ ഒരു അക്ഷരക്രമം, വ്യഞ്ജനാക്ഷരങ്ങൾ അക്ഷരക്രമം ഇതല്ലേ. അപ്പൊ ഇതിലെ ഖരവർണ്ണം ഏതാ? കായാണ്. അപ്പൊ ഫ്രണ്ടിൽ പ്ലസിന് ശേഷം ക വയ്ക്കുന്നു. മരം പ്ലസ് കൾ, മരം പ്ലസ് കൾ, നടക്കുന്ന ഉത്തരം മരം പ്ലസ് കൾ. കുറച്ച് പേർക്കെങ്കിലും തോന്നാം അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് മക്കളെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ക്ലാസ്സുകളിൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബാക്കി എങ്ങനെയാണ് ഞാൻ ഈ റൂളിലോട്ടൊക്കെ വന്നതെന്നുള്ളത് ഞാൻ ഇവിടെ പറയത്തതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നു. മരം പ്ലസ് കൾ എന്ന് പറയുന്നത് മരങ്ങളാണ്. ക്ലിയർ അല്ലടാ? അപ്പൊ ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ 2023 ഡിഗ്രി ലെവലിന്റെ തേർഡ് ഫേസിൽ വന്ന ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ചില ചോദ്യങ്ങൾ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു വരാം നമുക്ക്. കാവ്യോപകരണം എന്ന പദം പ്രീവിയസ് ആണ്. കാവ്യോപകരണം പിരിച്ചെഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കാവ്യോപകരണം പിരിച്ചെഴുതുമ്പോൾ കാവ്യ പ്ലസ് ഉപകരണം എന്ന് കിട്ടും. കാവ്യ പ്ലസ് ഉപകരണമാണ് കാവ്യോപകരണം. പഠിച്ചു വെച്ചോണം, കാവ്യ പ്ലസ് ഉപകരണം, കാവ്യോപകരണം. ഇനി യഥോചിതം എന്നാണെങ്കിലോ, യഥോചിതം യഥ പ്ലസ് ഉചിതം, യഥ പ്ലസ് ഉചിതം, അതാണ് യഥോചിതം. യഥ കഴിഞ്ഞ് 2 കുത്തിട്ട ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. യഥ വിസർഗം വന്നിട്ട് എടുക്കരുത്, തെറ്റാണ്. യഥ പ്ലസ് ഉചിതമാണ് യഥോചിതം. ഇനി കണ്ടു എന്നുള്ള പദം, കണ്ടു, കണ്ടു. ഞാൻ കണ്ടുവിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇണ്ട എന്ന് പറയുന്ന ശബ്ദം ന് പ്ലസ് ഡ അല്ലെ, ഈ ന് പ്ലസ് ഡ ഇണ്ടയായി മാറുന്നത് ന് പ്ലസ് തായായിരിക്കുമ്പോഴാണ്. ന് പ്ലസ് തായായിരുന്നാൽ മാത്രമേ ന് പ്ലസ് ഡായായി ഇണ്ടയായി മാറത്തുള്ളൂ. അപ്പൊ ഇത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന് എന്നുള്ളത് ഇണ്ണെന്ന് കൊടുക്കാം, കൺ ന് ഇണ്ണ്. ഇനി ഡാക്ക് പകരം തായെഴുതുന്നു, ചിഹ്നം ഉ, കണ്ടു അല്ലെ. അപ്പൊ കണ്ടു എന്ന് പറയുന്നത് കൺ പ്ലസ് തു ആണ്. എങ്കിൽ നോക്കിയേ, ഉണ്ടുവോ, ഉണ്ടു, ഉണ്ടു എങ്ങനെ കൊടുക്കാം നോക്കിയേ, ഉൺ പ്ലസ് തു, ഉൺ പ്ലസ് തു, ഉണ്ടു. ഓക്കെ അല്ലേ? ഇനി വിണ്ടലം വന്നേ, വിണ്ടലം, വിണ്ടലം. ഞാൻ ഈ പറഞ്ഞ പോലെ സെയിം, കണ്ടോ, ഇണ്ട വന്നാൽ, ഇണ്ട എന്ന് പറയുന്ന ശബ്ദം വന്നു കഴിഞ്ഞാൽ ഇണ്ട എന്തിൻ്റെയാണ്? അതായത് ഇണ്ണെന്ന ശബ്ദത്തോടൊപ്പം താ ചേരുമ്പോഴാണ് ഇണ്ടയായിട്ട് മാറുന്നത്. ആദേശസന്ധിയാണ്. അതായത് ഇണ്ണെന്ന ശബ്ദത്തോടൊപ്പം താ ചേരുമ്പോൾ ഈ താ മാറി ഡ പകരം വരുന്നതാണ്. ഡ എന്ന് പറയുന്നത് ഡ ഠ ഡ ഠ ന. അതായത് ഈ പറയുന്ന ന എന്ന ശബ്ദം ഡ എന്ന അല്ലെങ്കിൽ ഡകാരത്തിലെ ഡവർഗത്തിലെ, നമ്മൾ പറയുമ്പോൾ ഡവർഗം അല്ലെ, കവർഗം, ചവർഗം, ഡവർഗം, കാച്ചാടാത്താപ്പ, അതിൽ ഡവർഗത്തിന്റെ അനുനാസികമാണ് ഈ പറയുന്ന ന എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇണ്ടയിൽ ഇണ്ണം തായും വേണം അവിടെ വരാനായിട്ട്. അപ്പോ നോക്കിയേ, വിണ്ടലത്തിൽ വിൺ, വിൺ, അതിനെ മാറ്റമൊന്നുമില്ല, വിൺ. ഇനി ഡാ മാറ്റിക്കഴിഞ്ഞാൽ താ വയ്ക്കുക, വേറെ ചിഹ്നങ്ങളൊന്നുമില്ല, പ്രശ്നമില്ല, തലം, വിൺ പ്ലസ് തലം. ഇനി ചലച്ചിത്രം, ഇരട്ടിച്ച ചാ വരുന്നു. ഞാൻ അത് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ചലച്ചിത്രം ഇരട്ടിച്ച ചാ വരുന്നു. അപ്പൊ എന്ത് ചെയ്തോണം? ചലത്ത് പ്ലസ് ചിത്രം, ചലത്ത് പ്ലസ് ചിത്രം, ചലച്ചിത്രം, ചലത് പ്ലസ് ചിത്രം, ചലച്ചിത്രം. ഇനി നോക്കിയടാ, തദ്വാവിഷ്കാരം, തദ്വാവിഷ്കാരം
തത് തത് പ്ലസ് ആവിഷ്കാരം. ആവിഷ്കാരം കണ്ടോ, തത് പ്ലസ് ആവിഷ്കാരമാണ് തദ്വാവിഷ്കാരം. ഒന്നുകൂടെ, തത് പ്ലസ് ആവിഷ്കാരം എന്താകുന്നു? തദ്വാവിഷ്കാരമായി മാറുന്നു. നോക്കിയേ, കാവ്യ പ്ലസ് ഉപകരണം കാവ്യോപകരണം, യഥാ പ്ലസ് ഉചിതം യഥോചിതം, കൺ പ്ലസ് ടു കണ്ടു, വിൺ പ്ലസ് സ്ഥലം വിണ്ടലം, ചലത് പ്ലസ് ചിത്രം ചലച്ചിത്രം, തത് പ്ലസ് ആവിഷ്കാരം തദ്വാവിഷ്കാരം. നല്ല വാക്കുകളല്ലേ, മികച്ച വാക്കുകളല്ലേ? ചുമ്മാ പഠിച്ചു വെച്ചൂടെ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നോക്കിയേ, അത്യാഗ്രഹം. അത്യാഗ്രഹം, അത്യാഗ്രഹം പിരിച്ചെഴുതുന്നത് അതി പ്ലസ് ആഗ്രഹം. അതി പ്ലസ് ആഗ്രഹം. ഓക്കെ, അതായത് ഓർത്ത് വെച്ചോണം, ഈയും ആയും ഒരുമിച്ച് വരുമ്പോൾ യായി മാറുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി സജ്ജനം. സജ്ജനം, സത്ത് പ്ലസ് ജനമാണ് സജ്ജനം. സത്ത് പ്ലസ് ജനം സജ്ജനം. അക്ഷരം. അക്ഷരം ആ പ്ലസ് ക്ഷരം. നശിക്കാത്തത്, നാശമില്ലാത്തത് എന്നർത്ഥം. നശിക്കാത്തത്, നാശമില്ലാത്തത്. ഇനി ഒരു ചെറിയ ഒരു വലിയ വാക്ക് നമുക്ക് കാണാം. ചെറിയൊരു വലിയ വാക്ക് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും, കാരണം ഇത് മുൻപൊരു VO പരീക്ഷയ്ക്ക് PSC ചോദിച്ചതാണ്. പ്രതിദിനം അനുപമ മാമി ആരാധികയുടെ പ്രേമോപഹാരം. അതിൽ പ്രതിദിനം അനുപമ മാമി ആരാധികയുടെ ഞാൻ ഇങ്ങെടുത്തു. നിങ്ങൾക്കറിയാം, ഞാൻ പല ക്ലാസ്സുകൾ, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പലപ്പോഴും ഞാൻ ഒരുപാട്, അല്ലെങ്കിൽ പല ക്ലാസ്സുകളും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അതായത് മാ എന്ന അക്ഷരത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് നമ്മൾ വെട്ടി ചെയ്യത്തില്ലേ, അതായത് മാ എന്ന അക്ഷരം വെച്ചിട്ട് നമ്മൾ പിരിച്ചെഴുതുന്ന ഒരു പരിപാടി. എനിക്കറിയാം, എൻ്റെ ക്ലാസ്സിൽ ഇത് ഞാൻ പറഞ്ഞതിലുള്ള കുട്ടികളുണ്ടാവും. ഒന്ന് താഴെ കമന്റ് ചെയ്തോളണേ. മക്കളെ ഒന്ന് നോക്കി വെച്ചേ, ഇതെങ്ങനെ നമുക്ക് എടുക്കാം? പ്രതിദിന അല്ലെ, നമുക്കത് ഞാൻ തൽക്കാലം നമുക്ക് പ്രതി പ്ലസ് ദിനം എന്ന് എടുക്കാം. ഞാൻ ഒരുമിച്ച് എടുക്കുന്നു, പ്രതിദിന. ഇനി അടുത്ത ശബ്ദം മായാണ്. അമ്മ. ആ മാ ക്യാൻസൽ ചെയ്ത് പ്ലസ് ഇട്ട്, മായാണെങ്കിൽ ഫ്രണ്ടിൽ അമ്മ വയ്ക്കണം. മാ തീരുന്നത് ആയിൽ, സോ ആ. ഇനി അനുപമ, അതൊരു പേര്, നാമശബ്ദം, അനുപമ, കുഴപ്പമില്ല. അടുത്ത മാ ക്യാൻസൽ ചെയ്തോണം, പ്ലസ് മാ, അനുപമ എന്നല്ലേ, മാ. ഓക്കെ, അപ്പൊ ആ അടയാളം കൊടുത്തു. ഓക്കെ, ആ. ഇനി വീണ്ടും ആമീന, അപ്പോ പ്ലസ് ഫ്രണ്ടിൽ അമ്മ, ശേഷം ചിഹ്നം ഇ ആണ്, ഇ. ഓക്കെ, വീണ്ടും പ്ലസ്, കാരണം എന്താ? യാ വന്നതുകൊണ്ട്. സോ ഈ യായും ക്യാൻസൽ ചെയ്തോണം. പ്ലസിന് ശേഷം ആ രാധിക. ആരാധിക പ്ലസ് ഇവിടെ വീണ്ടും യാ ഉണ്ട്, സോ ചിഹ്നം ഉ ആണ്, ഉഡേ. കണ്ടോ? പ്രതിദിനം അനുപമം ആം ഈ ആരാധിക ഉഡേ. ഓക്കെ അല്ലടാ? ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളായിട്ട്, എനിക്കൊന്നും നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഈ ട്രിക്കുകളൊക്കെ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോണം. ഇതൊക്കെ തന്നെ PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യവും അതിൻ്റെ അനുബന്ധമായി നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 2 ഡിഗ്രി എക്സാം സീരീസിലുള്ള പ്രിലിംസ് ചോദ്യ പേപ്പറുകളിലുള്ള ചോദ്യങ്ങളും പറഞ്ഞു നമ്മൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു മികച്ച ചോദ്യം കേട്ടോ. ഇത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ, അതിൻ്റെ പദരൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള പദങ്ങൾ ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ആകണമെന്നില്ല, എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷ അത് എന്താണ്? മാനക ഭാഷ എന്നതാണ്. മാനക ഭാഷ. ഓക്കെ, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, അല്ലാതെ മാതൃഭാഷയല്ല, മദർ ടങ്, മാതൃഭാഷയല്ല, ദേശീയ ഭാഷയോ കൃത്രിമ ഭാഷയോ അല്ല. അവിടെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നത് അതിൻ്റെ മലയാള രൂപം എന്ന് പറയുന്നത് മാനക ഭാഷ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ 2 ചോദ്യ പേപ്പറിലെ ചോദ്യമാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് 38/2024 കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെതാണ്, സ്റ്റേജ് 1-ൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1-ലെ ചോദ്യം. ഓക്കെ അല്ലേ? നോക്കിയേ, എനിക്ക് തലവേദനയുണ്ട്. മുമ്പ് നമ്മൾ ഈ ചോദ്യം ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു, ഓർമ്മയുണ്ടാകും. എനിക്ക് തലവേദനയുണ്ട്. ഇപ്പോൾ ഓപ്ഷനിൽ ഇവിടെ ഐ ആം സഫറിങ് ഫോർ ഹെഡാക്ക് ഉണ്ട്, ഐ ആം സഫറിങ് ബൈ ഹെഡാക്ക് ഉണ്ട്, ഐ ആം സഫറിങ് ടു ദി ഹെഡാക്ക് ഉണ്ട്, ഐ ആം സഫറിങ് ഫ്രം ഹെഡാക്ക് ഉണ്ട്. ഉത്തരം എന്താണ്? ഐ ആം സഫറിങ് ഫ്രം. ഐ ആം സഫറിങ് ഫ്രം ഹെഡാക്ക് ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്തത് 47/2024, അതായത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2-ലെ ചോദ്യമാണ്. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ആൻ അവർ പാർട്ട്. ഓക്കെ, എന്നതാണ് നമ്മൾ ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനമാണ് ചോദ്യം. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട്.
ഓക്കെ, അപ്പൊ ഇതിനെന്താണ് അതിന്റെ ശരിയായ പരിഭാഷ എന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്ത നടപടി ഇല്ല. ഓക്കെ, അതല്ല. ഓക്കെ, ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവൃത്തി എടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല. ഇല്ല, അതും ശരിയല്ല. നമ്മുടെ ആവശ്യത്തിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. ഇല്ല. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല എന്നർത്ഥത്തിലാണ്. അപ്പോൾ അത് ഉത്തരം വരുന്ന ഏതാണ്? ഡി ഓപ്ഷൻ ആണ്. ഡി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ ഈ മാനക ഭാഷയൊക്കെ ചോദിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പദങ്ങളൊന്ന് പറഞ്ഞു വരാം. നമുക്ക് അവിടെ ഓർക്കുക, നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചില ചോദ്യങ്ങൾ. PSC ചോദിച്ചൊരു ചോദ്യം ഇത് നോക്കിയേ. അമെൻമെന്റ് മുമ്പ് ഒരു യൂണിഫോം ഫോഴ്സിലും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു സെയിൽസ് അസിസ്റ്റന്റോ അങ്ങനെ ഏതോ 1-2 തസ്തികകളൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് അമെൻമെന്റ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഭേദഗതിയാണ്. അമെൻമെന്റ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ ഭേദഗതി എന്നാ. ഞാൻ അല്പം വേഗത്തിൽ പോകുന്നു, ഒന്ന് ഓടി വരിക കേട്ടോ. നോക്കിയേ, അമെൻമെന്റ് ഭേദഗതി എങ്കിൽ അഫിഡവിറ്റ് എന്നത് സത്യവാങ്മൂലം. സത്യവാങ്മൂലം. ഇനി ശ്രദ്ധിച്ചേ, അലവൻസ് ബത്ത അല്ലെ, ബത്ത. നമ്മൾ ഈ എന്തിനെങ്കിലും നമ്മൾ സർക്കാർ ഉദ്യോഗത്തിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്നിനും അലവൻസുകൾ കൈപ്പറ്റില്ലേ, അത് ബത്ത എന്ന് പറയാം കേട്ടോ, ബത്ത. ഓക്കെ, ഇനി ബെനിഫിഷ്യറി ബെനിഫിറ്റ് കൈപ്പറ്റുന്ന ഗുണഭോക്താവ്. ഓക്കെ അല്ലേ? അടുത്ത പദം നോക്കിയേ, കൺസോൾട്ടേഷൻ എന്താണ്? ക്രോഡീകരിക്കൽ. ഇനി നോക്കിയേ, ഡിഫാൾട്ട് അല്ലെ, ഡിഫാൾട്ട് എന്താണ്? ഡിഫാൾട്ട് തവണ കുടിശ്ശിക. ഓക്കെ, ഇനി ക്രിമിലിയർ നമുക്ക് പ്രത്യേകിച്ച് ക്രിമിലിയർ സർട്ടിഫിക്കറ്റിനെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അല്ലെ. ഉന്നത ശ്രേണി, ക്രിമിലിയർ എന്ന വാക്കിന് ഉന്നത ശ്രേണി എന്നർത്ഥം. ഇനി ഫോർത്ത് വിത്ത് എന്ന് പറയുന്നത് ഉടനടി, പെട്ടെന്ന് ഉടനടി എന്നർത്ഥത്തിൽ ഫോർത്ത് വിത്ത്. ഇനി ശ്രദ്ധിച്ച്, ഡെസിഗ്നേഷൻ ഉദ്യോഗപ്പേര്. അപ്പൊ ഈ പദങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. PSC ഈ പദങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്ലിയർ അല്ലടാ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ചോദ്യം വളരെ മികച്ചൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദരൂപം ഏതാ? വിദ്യാർത്ഥി. ഉത്തരം ഏതാണ്? താഴെപ്പുണ്ട്. വിദ്യ അർത്ഥിക്കുന്നവൻ അല്ലെ. വിദ്യ അർത്ഥിക്കുന്നവൻ ആരോ? അവനാണ് വിദ്യാർത്ഥി. അർത്ഥി ഈ പദമാണ് ശരി, വിദ്യാർത്ഥി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷകളിൽ ഏതൊക്കെ ചോദിച്ചു എന്നും അതിലുള്ള ചില ചോദ്യങ്ങളുടെ ഒരു ചെറിയ വർക്കൗട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ PSC കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വാക്കുകളൊന്നാണ് അതിഥി. ശ്രദ്ധിച്ചേ, അതിഥി. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഒരു കുട്ടി നമ്മളോട് സൂചിപ്പിച്ചിരുന്ന സാർ, ഈ തെറ്റും ശരിയും ഒരുമിച്ച് എഴുതുമ്പോൾ തെറ്റൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാനത് പൂർണ്ണമായി മാറ്റി അതിൽ ശരിയായ പദം മാത്രമേ എഴുതുന്നുള്ളൂ. എന്തുകൊണ്ടാണ് രണ്ടും എഴുതുന്നതെന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആ പദം തെറ്റായി നമ്മൾ ഉച്ചരിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്തൊക്കെയാണ് തെറ്റുകൾ വരുന്നത് എന്നുകൂടെ കാണിച്ചു തരിക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മറ്റു കൺഫ്യൂഷൻസ് വേണ്ട. ഇവിടെ ശരിയായ പദം മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. നോക്കിയേ, അതിഥി എന്നുള്ള പദം നോക്കിയേ. തിഥി നോക്കാതെ വരുന്നവൻ, തിഥി നോക്കാതെ വരുന്നവൻ അല്ലെ, കാലം നോക്കാതെ സമയം നോക്കാതെ വരുന്നവൻ എന്നാണ് അതിഥി. ഓക്കെ, ഇനി നോക്കിയേ, അനാച്ഛാദനം. അതിൽ വരുന്ന ഛ കണ്ടോ? അനാച്ഛാദനം, അച്ഛൻ എന്നെഴുതുമ്പോൾ ഉള്ള ഛായില്ലേ, ഛായും ആ പദമാണ്. ഓക്കെ, ഇനി അനന്തരവൻ. പലരും പറയുന്നത് അനന്തിരവൻ എന്നാണ്. അനന്തിരവനല്ല, അനന്തരവൻ. അനന്തരവകാശി. ക്ലിയർ അല്ലേ? അപ്പൊ അനന്തരവൻ. ദെൻ അസ്തമയം. പലപ്പോഴും ചോദിക്കാറുണ്ട്, അസ്തമയമാണോ അസ്തമനമാണോ ശരി? സമയം എന്ന പദം ഓർത്തു വയ്ക്കുക. അസ്തമയം എന്ന് പിടിക്കുക. അസ്തമനമല്ല, അസ്തമയം. ഓക്കെ, സമയം എന്ന് പറയുന്നതിൽ മയമല്ലേ, അതിനെ വെച്ചെടുക്കുക. അസ്തമയം, അസ്തമയം. അപ്പോൾ അസ്തമയമാണ് ശരി. ഇനി അഭ്യസ്ത വിദ്യൻ. ഇന്നാണ് ഇൻ. അഭ്യസ്ത വിദ്യൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എന്തല്ല, ഈ സ്ഥ അല്ല. ഓക്കെ, ഇത് തെറ്റാണ്. അതായത് ഇങ്ങനെ സ്ഥ, ഇതല്ല കേട്ടോ, തെറ്റാ. ഓക്കെ, ഇനി ആമ്പാടി. നമ്മൾ പൊതുവെ എന്ത് പറയാറുണ്ട്? അമ്പാടി എന്നാ പറയാ. അമ്പാടി അല്ല, ആമ്പാടിയാ ശരിയായ പദം. ആമ്പാടി തന്നെയല്ലോ ഒരു ഉണ്ണിയുണ്ട് അത്രേ. ആമ്പാടിയാണ് പദം. ഓക്കെ അല്ലേ? അത് അമ്പാടി അല്ല, ആമ്പാടി. സെറ്റ് അല്ലേ? ആമ്പാടി എന്ന പദമാണ് ശരി. ഇനി ആധ്യാത്മികം.
ആധ്യാത്മികം. നമ്മൾ ചിലരൊക്കെ പ്രഭാഷണം പറയുന്നു ആധ്യാത്മികം, അവിടെ നീട്ടാറുണ്ട്, അത് തെറ്റാണ്. ആധ്യാത്മികമാണ് ശരി. അത് ഈ ധായാണ് ഇരട്ട ചേർന്ന ധായാണ്. ഓക്കെ, ഇനി ആനപ്പിണ്ടം. പിണ്ടം ഈ ഇണ്ടയാണ്. സാധാരണ ചെണ്ടയുടെ ഇണ്ടയൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ട്, തെറ്റാണ്. ഇതാണ് ശരിയായ പദം, ആനപ്പിണ്ടം. ഓക്കെ, ദെൻ ഐഹികം എന്നാണ് പലരും പറയാറുള്ളത്. ഐഹികം തെറ്റ്, ഐഹികം ശരി. ഐതിഹ്യം അതാണ് ശരി, ഐതിഹ്യം തെറ്റാണേ. ഇനി നോക്കിയേ, ഐച്ഛികം, ഇച്ഛയ്ക്കനുസരിച്ച്. ഐച്ഛികം എന്നത് പലപ്പോഴും ഇങ്ങനെയാണ് പലരും എഴുതി കാണുന്നത്, ഐച്ഛികം. ഓക്കെ, ബ്ലണ്ടറാണ്, തെറ്റാണ്. ഇതാണ് ശരി, ഐച്ഛികം. ഓക്കെ അല്ലടാ, മുന്നോട്ട് പോട്ടെ. ഇനി അടുത്ത പദം നോക്കിയേ, കൃത്യനിഷ്ഠ. ശരിയായ പദം കണ്ടോ, കൃത്യനിഷ്ഠ. അവിടെ ഷാ കഴിഞ്ഞ് വരുന്ന ഡാ എന്ന് പറയുന്നത് പൂജ്യം ഡായ, അല്ലാതെ നമ്മൾ സാധാരണ ഡാ അല്ല, ഇഷ്ടത്തിന്റെ ഡാ അല്ല. ഓക്കെ, ഇനി ഛർദി ഈ ഛായാണ്, അല്ലെ, അധികാര ശബ്ദമാണ്, അധികാര ശബ്ദം. ഇനി ഇളനീര്. അപ്പൊ നമ്മൾ പലയിടത്ത് എഴുതുന്നതും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു നാവശ്യം ഇളനീര്, ഇതാ പറയാ, ഇത് തെറ്റാ. രണ്ട് ന്യായം വേണം, ഇളനീര്. ഓക്കെ, ഇനി എഞ്ചുവടി. നമ്മളെന്താ പറയാ, എഞ്ചുവടി എന്ന് പറയും അല്ലെ. 2ന്റെ എഞ്ചുവടി, 3ന്റെ എഞ്ചുവടി, 4ന്റെ എഞ്ചുവടി, 5ന്റെ എഞ്ചുവടി അല്ലെ. എഞ്ചുവടി അല്ല, എഞ്ചുവടി, ഇതാണ് ശരി. ഓക്കെ, ദെൻ ഐതിഹ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഐതിഹ്യം എന്നാ പറയാ, ഐതിഹ്യം തെറ്റാ, ഐതിഹ്യമാണ് ശരി. ഓക്കെ, ഇനി കൈയക്ഷരം. ഐ കഴിഞ്ഞ യകാരം ഇരട്ടിക്കില്ല എന്ന് ഞാൻ എല്ലാ ക്ലാസ്സുകളും പറയുന്ന ഒരു പദം അല്ലെ. ഐ കഴിഞ്ഞ യകാരം ഇരട്ടിക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കൈച്ചെലവ് എന്ന പദം, കൈച്ചെലവിലെ ച എന്തുകൊണ്ട് ഇരട്ടിക്കുന്നില്ല? അതിന് എനിക്ക് ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ട് എന്നോട് തന്നെ പറയാണ്, സാർ യാ മാത്രമല്ലേ ഇരട്ടിക്കുമെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ടല്ലേ, കാരണം ഐ കഴിഞ്ഞ് ഇവിടെ ചായല്ലേ വന്നത്, അതുകൊണ്ടല്ലേ ചായ ഇരട്ടിച്ചതാണ്. കൈച്ചെലവ് ചിലവല്ല, കൈച്ചെലവ് എന്ന പദത്തിലെ ചായ ഇരട്ടിക്കും, കാരണം ഐക്ക് ശേഷം വന്ന ചായ, ഐക്ക് ശേഷം യാ വന്നാലേ ഇരട്ടിക്കാറുള്ളൂ അല്ലെ. കൈപ്പത്തി എന്ന് പറയുമ്പോൾ പാ ഇരട്ടിക്കും, കൈപ്പത്തി അല്ല, അവിടെ ഒരു പാ മാത്രമല്ല ഉള്ളത്. ഓക്കെ, ഇവിടെ ഓർത്ത് വെച്ചേ. അടുത്ത പദം കല്യാണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കയറുമ്പോൾ കല്യാണ സൗഗന്ധികവും കല്യാണിയമ്മയൊക്കെ പറഞ്ഞ സമയത്ത് ഞാനത് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബാച്ചിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കയറുമ്പോൾ അവർ കല്യാണം എന്ന പദം നാളെ അതുവരെയും അല്ലെങ്കിൽ നാളെ ഇതുവരെയും അവർ പഠിച്ചിരുന്നത് കല്യാണം ഇങ്ങനെയാണ്, ലാക്ക് ഇരട്ടപ്പെട്ട് അല്ല അല്ലെ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞാൻ ഇതുപോലെ എല്ലാ ക്ലാസ്സുകളും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്തില്ല, ലാക്ക് ഇരട്ടിപ്പില്ല, കല്യാണം ലാക്ക് ഇരട്ടിപ്പില്ല അല്ലെ മക്കളെ, ഓർത്തു വെച്ചാണ്. കല്യാണം ഒരു ലാമതി, ഇത് തെറ്റാ, ഒരു ലാമതി, ഇത് ശരി. ഇനി ഗീതഗോവിന്ദം. എപ്പോഴും ഞാൻ പറയുന്ന പദങ്ങളൊന്നാ ഗീതഗോവിന്ദം. ജയദേവൻ എഴുതിയത് ഗീതഗോവിന്ദമാണ്, ഗീതാഗോവിന്ദമല്ല. ഗീതാഗോവിന്ദം സിനിമയാണ് അല്ലെ, അറിയാലോ. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഓർത്ത് വയ്ക്കുക, ഇത് ഗീതഗോവിന്ദമാണ് ശരി. ഇനി ശബ്ദ താരാവലി, ഇതാണ് ശരിയായ പദം, ശബ്ദ താരാവലി. ദെൻ സാരഥി. ബാക്കി ഒരു ധായി വിട്ടുകളയരുത്, ഇതാണ് സാരഥിയുടെ ധ. ഓക്കെ, ഇനി ബലിഷ്ടം. അതിലെ ഢ ഏതെന്ന് കണ്ടല്ലോ, ബലിഷ്ടം. സെറ്റല്ലടാ. അപ്പോൾ ഈ ചോദ്യം സെറ്റാണ്. പദശുദ്ധി നമുക്ക് ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ വീണ്ടും ഒരു ശുദ്ധി തന്നെയാണ് നമ്മുടെ വിഷയം. ഇത് വാക്യശുദ്ധിയാണ്. വാക്യശുദ്ധി, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. സെറ്റ് ചോദ്യമാണ്, നല്ല പൊളപ്പൻ ചോദ്യമാണ്, പഠിച്ചു വെച്ചോണം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. നോക്കിയേ, ഓപ്ഷൻ എയിൽ അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. സത്യമാണ് അല്ലെ. അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇനി അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓപ്ഷൻ ഡിയിൽ അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഇവിടെ നമുക്കറിയാം, പുനരുക്തി നിയമം നമ്മൾ വാക്യശുദ്ധിയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ്. അതുപോലെ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ചൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്കൗട്ടുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ലെ. മറ്റ് എക്സ്പ്ലനേഷനൊന്നും വരുന്നില്ല, കാരണം നമുക്കുള്ള അതിനുള്ള സമയവുമില്ല. ഓർത്തു വയ്ക്കുക, ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശരിയായി വരുന്നത് അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത്. ഇവിടെ വെട്ടിത്തുറന്നെന്ന പദത്തിനൊന്നും ആവശ്യമില്ല അല്ലെ. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം.
കറക്റ്റ് അല്ലേ? ആ ചോദ്യം കറക്റ്റ് അല്ലേ? ഇത് ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യമാണ്. എങ്കിൽ 2024 38/2024 കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ എന്ത് ചോദ്യമാണ് വന്നത്? കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ഏത് ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്? നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ അതിന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ചൊരു ചോദ്യം അല്പം ബുദ്ധിമുട്ടിച്ചു. ആ ചോദ്യമാണിത്. നോക്കിയേ, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ഓപ്ഷൻ ബിയിൽ 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി. ഓപ്ഷൻ സിയിൽ 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഓപ്ഷൻ ഡിയിൽ 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി. ഇവിടെ നോക്കി വെക്കേണ്ടത് 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ, ഇതാണ് ശരി. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. വിസ്തീർണമായ ഭൂമി. ക്ലിയർ അല്ലടാ? അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് 47/2024 47/2024 അതായത് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2-ൽ ചോദിച്ചതാ. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. സ്നേഹോദര, അത് തെറ്റാണ് കേട്ടോ. സ്നേഹോദര വേണ്ട, സ്നേഹോദര വരില്ല. ഓക്കെ, ഇനി ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി, അത് കുഴപ്പമില്ല, അത് ശരിയാണ്. നമുക്ക് മുമ്പോട്ട് നോക്കാം വേറെ ഏതെങ്കിലും പദം വരുന്നുണ്ടോ എന്നുള്ളത്. ഭാരതീയർ എല്ലാവരും സ്നേഹോദാര ഭാവത്തോടു കൂടെ വേണ്ട, തെറ്റാണ്. സ്നേഹോദാര പദം തെറ്റാണ്. ഓക്കെ, അടുത്തത് ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരോഭാവം. ഓക്കെ, തെറ്റ് അല്ലെ? അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? ബി ഓപ്ഷൻ ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര, നോക്കിയേ, സ്നേഹാദര ഭാവത്തോടുകൂടി, സ്നേഹത്തോടും ആദരവോടും കൂടി സന്തോഷത്തോടുകൂടെ കഴിയുക അല്ലെ? ശരി, സന്തോഷം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം 31/2023 ഡിഗ്രി പ്രിലിംസ് 2023 സ്റ്റേജ് 1-ലുള്ള ചോദ്യമാണ്. തെറ്റല്ലാത്ത വാക്യം ഏത്? നന്ദി രേഖപ്പെടുത്തുന്നു. അന്ന് ഇത് പല ട്രോളുകളൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം കൂടെയാണ് അല്ലേ? നന്ദി രേഖപ്പെടുത്തുന്നു. അതെങ്ങനെയാണ് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക? നന്ദി രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ? അത് എഴുതി വെക്കേണ്ട കാര്യമല്ല. നന്ദി തരുന്നു, തരാനുള്ള സാധനമല്ല. എന്തിനാ അത്? നന്ദി വാങ്ങുന്നു. അത് ഏത് മാർക്കറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, വേണ്ട. ഓക്കെ, ശരി. എങ്കിൽ ഇവിടെ ഉത്തരം വരുന്നത് നന്ദി പറയുന്നു. നന്ദി പറയല്ലേ നമ്മൾ ചെയ്യാം? നന്ദി പറയുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ ചോദ്യമല്ലേടാ, കുഴപ്പമില്ല. നോക്കിയേ മുന്നോട്ട്. ഇനി ഇവിടെ നോക്കിയേ, ഈ ചോദ്യം വന്നിരിക്കുന്നത് 37/2023 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2-ലാണ്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഈ സഹപ്രവർത്തകൻ എന്ന വാക്കിന് കൂടെ ജോലി ചെയ്യുന്നത് എന്നല്ലേ അർത്ഥം? ദാടക്കുന്നു കൂടെ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സഹപ്രവർത്തകൻ എന്ന വാക്കിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. യാത്രാമധ്യേ എൻ്റെ കൂടെ, ഇവിടെ എൻ്റെ സഹപ്രവർത്തകനെ, കുഴപ്പമില്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആള്, സീനില്ല. യാത്രാമധ്യേ കണ്ടുമുട്ടി, ആ ചോദ്യം ശരിയാണ്, ബുദ്ധിമുട്ടില്ല കേട്ടോ, ആ ചോദ്യം ശരിയാണ്, ആ ഒരു സെന്റൻസ് ശരിയാണ്. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ, വാക്യത്തിന്റെ ഘടനയും തെറ്റ്, പുനരുക്തിയുമുണ്ട് അല്ലെ? പുനരുക്തിയുമുണ്ട്, ശരി, തെറ്റ്. യാത്രാമധ്യേ ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി എൻ്റെ കൂടെ ജോലി, അയ്യോ വേണ്ട. ഓക്കെ, നമ്മളത് വിട്ടു. അപ്പോൾ ഉത്തരം വരുന്നു, ഉത്തരം ബി ആണ്. നോക്കിയേ, ഇത്തരത്തിൽ കറക്റ്റ് ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ, വേറെ ടെൻഷനൊന്നും വേണ്ട, രസകരമായി പഠിക്കാവുന്ന ഒരു ചോദ്യമാണ്. ശരി, ഇനി അടുത്ത ചോദ്യം. ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 47/2023 കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3-ൽ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ: വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും തമ്മിൽ മാലയിട്ടു. കുഴപ്പമില്ല, വരനും വധുവും തമ്മിൽ തന്നെയാണ് മാലയിടേണ്ടത്, വേറൊരാൾ ഒന്നും മാലയിടില്ല, സ്വാഭാവികമാണ്. കുഴപ്പമില്ല, കിടക്കട്ടെ. ആ ചോദ്യം ശരി തന്നെയാണ് മക്കളെ, കറക്റ്റാ. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. അല്ലെ, വരനും ഈ വിവാഹിതരാകുമ്പോഴല്ലേ വരനും വധു, അല്ലെങ്കിൽ വിവാഹിതരാകുന്നവരല്ലേ വരനും വധു എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ ഈ അന്യോന്യം വിവാഹിതരായി? വേണ്ട, തെറ്റ്. വരനും വധുവും തമ്മിൽ വിവാഹിതരായി. അവർ തമ്മിലല്ലാതെ വേറെ ആരെങ്കിലും തമ്മിൽ വിവാഹിതരാകുമോ? ഇല്ല. അപ്പൊ ആ തമ്മിലെന്ന പദം വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? തമ്മിലെന്ന പദം അവിടെ എന്താണ്? വേണ്ട. വരനും വധുവും അന്യോന്യം തമ്മിൽ, അയ്യോ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം വരുന്ന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വരനും വധുവും തമ്മിൽ മാലയിട്ടു. സെറ്റല്ലടാ, സന്തോഷം, നല്ല ചോദ്യമാണ്. ഞാനിവിടെ ഒരു 2 ചോദ്യങ്ങൾ, സ്ഥിരമായി കാണുന്ന ഒരു 2 ചോദ്യം കൂടെ ഞാൻ തന്നു പോവാണ്. നോക്കിയേ, അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. സ്ഥിരമായി ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് അതുകൂടെ ഒന്ന് തന്നത്. അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസം, ഈ വ്യത്യാസം തന്നെയല്ലേ ഈ, അല്ലെങ്കിൽ അജഗജാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ ഗജ അന്തരം. അന്തരം എന്ന് പറയുന്നത് എന്താണ്? വ്യത്യാസമാണ്. അന്തരം എന്ന വാക്കിന് വ്യത്യാസം എന്നർത്ഥം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വേണ്ട.
ഒന്നുകിൽ അവർ തമ്മിൽ അജഗജാന്തരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അജഗജാന്തരമുണ്ട്, അങ്ങനെ എന്തായാലും മതി. ഈ പറയുന്ന ഒരു ഇരട്ടിപ്പ് എന്ത് വേണ്ട, ഇതിൻ്റെ അകത്ത് വേണ്ട. അജഗജാന്തരം, അജ ഗജ, അജം ആട്, ഗജം ആന, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അജഗജാന്തരം. അത് തന്നെയല്ലേ വീണ്ടും വ്യത്യാസം വരുമ്പോൾ. സോ ഇതെന്ത് വേണ്ട, ഇതിൻ്റെ അകത്ത് ഇതിലേതെങ്കിലും ഒരു വാക്ക് മതി. ഓക്കെ, ഇനി നോക്കിയേ, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ആ ഒരു പദം കാണുമ്പോൾ തന്നെ അറിയാം, ഹാർദവമായി. നമ്മൾ ഈ പണ്ടുകാലം വരെ, ഞാൻ ഈ അടുത്തും പല പരിപാടികളിലും ആൾക്കാർ ഇപ്പോഴും ഈ ഹാർദവം എന്ന പദം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. തെറ്റാണ് കേട്ടോ, ഹാർദവം എന്ന പദമല്ല അവിടെ വരേണ്ടത്, ഹാർദം എന്ന പദമാണ്. ഹാർദം, ഹൃദയപൂർവ്വം എന്ന അർത്ഥത്തിൽ. ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദവം വേണ്ട, ഹാർദം മതി. ക്ലിയർ അല്ലടാ? സെറ്റല്ലേ? പദശുദ്ധിയും വാക്യശുദ്ധിയും ഒക്കെ ശരിയായി. എങ്കിൽ നോക്കിയേ, ഇത് നമ്മുടെ ചോദ്യപേപ്പറിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കിച്ച മറ്റൊരു ചോദ്യമാണ് സർപ്പന്യായം എന്നത്. കാരണം നമ്മുടെ എക്സാം കഴിഞ്ഞ് കുട്ടികൾ പലരും ഈ ഒരു വിഷമം പറഞ്ഞിരുന്നു, പെട്ടെന്ന് സർപ്പന്യായം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഈ സർപ്പന്യായമൊക്കെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ശൈലികളൊക്കെ തന്നെ പ്രചാരത്തിലുണ്ട്. ഓക്കെ, അതിലൊന്നാണ് സർപ്പന്യായം എന്ന് പറയുന്നത്. ഓക്കെ, ഉള്ളിൽ വിദ്വേഷവും പുറമേ അനുകമ്പയും കാണിക്കുന്നതല്ല, അതല്ല. ഓക്കെ, അതല്ല. വലിയവരെ പിന്താങ്ങുക, അതുമല്ല. ഓക്കെ, അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. കറക്റ്റ്, അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക, അത് നമുക്ക് പറയാം. ഓക്കെ, അത് നമുക്ക് പറയാവുന്നതാണ്. ഇനി അധിക്ഷേപിച്ച് പറയുക, അതും തെറ്റാണ്. അധിക്ഷേപിച്ച് പറയാതും തെറ്റാണ്. അപ്പോൾ ഉത്തരം വരുന്നത് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് കുറച്ച് ശൈലികൾ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു വരാം. ഇതിൽ ചിലതൊക്കെ ഈ അടുത്ത് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടില്ല, നമുക്കൊന്ന് പറഞ്ഞു വരാം. നോക്കിയേ, അത്തും പത്തും പറയുക, അത്തും പത്തും പറയുക, അടിസ്ഥാനമില്ലാതെ സംസാരിക്കുക എന്നർത്ഥം. അത്തും പത്തും പറയുക എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാതെ സംസാരിക്കുക എന്ന് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അത്തിപ്പഴത്തോളം എന്നാണെങ്കിലോ, അത്തിപ്പഴത്തോളം എന്നാൽ അല്പം, കുറച്ച്. അത്തിപ്പഴത്തോളം എന്ന് കുറച്ച് മാത്രം, അല്ലെ? അത്തിപ്പഴത്തോളം എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് മാത്രം എന്ന അർത്ഥം. ഇനി അധരാനുകമ്പ, പ്രവൃത്തിയിൽ അല്ലാതെ വാക്കിൽ മാത്രമുള്ള അനുകമ്പ. ഓക്കെ, ആനുകൂല്യമെന്നോ അനുകമ്പയെന്നോ പഠിക്കട്ടോ. വാക്കിൽ മാത്രമുള്ള അനുകമ്പ, അല്ലാതെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതെന്നുമല്ല. ഇനി ആകാശപുരാണം വാസ്തവമില്ലാത്തത് എന്നർത്ഥം. ആകാശപുരാണം മക്കളെങ്കിലും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ആകാശകുസുമം ഒരു പ്രീവിയസ് ചോദ്യമാണ്, അല്ലെ? ആകാശകുസുമം എന്ന ശൈലിയുടെ അർത്ഥം ഒന്ന് ചുമ്മാ ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ടായി ഉത്തരം എന്താണ്? ആകാശകുസുമം എന്ന ശൈലിയുടെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. നോക്കിയേ, ആകാശപുരാണം എന്താണ്? വാസ്തവമില്ലാത്തത്. ഇനി ഗ്രന്ഥകീടം നമ്മൾ പറയുന്ന പുസ്തകപ്പുഴു, അല്ലെ? ഗ്രന്ഥകീടം എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകപ്പുഴു, അല്ലെ? ശരി. തന്നെ അടുത്തത് ജലരേഖ, വെള്ളത്തിൽ വരച്ച വര പോലെ പാടിലായത്. ജലരേഖ, വെള്ളത്തിൽ വരച്ച വര പോലെ പാടിലായത്. പണ്ട് ഒരു കഥയ്ക്കകത്ത്, ഒരു നോവലിൻ്റെ അകത്ത്, ആ നോവലിലെ 3 കഥാപാത്രങ്ങളുണ്ട്. കോരനും ചിരിതയും ചാത്തനും. ഏത് നോവലിലാണ് കോരനും ചിരിതയും ചാത്തനും വരുന്നത്? കമന്റ് ചെയ്യുമല്ലോ, അല്ലേ? കമന്റ് ചെയ്യുമല്ലോ. തകഴിയുടെ നോവലാണ്. ഏത് നോവലാന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്കാവോ? ഒന്ന് കമന്റ് ബോക്സിൽ പെട്ടെന്ന് പോയി കമന്റ് ചെയ്തേ. അതിനകത്ത് കോരനും ചാത്തനും ചിരിതയും. കോരനാണ് നായകൻ, നായിക ചിരിതയാണ്. അതിൽ ചിരിതയെ ഇഷ്ടപ്പെട്ടിരുന്ന കോരന്റെ സുഹൃത്തു കൂടിയായുള്ള മറ്റൊരു കഥാപാത്രം, അതിൽ നല്ലൊരു കഥാപാത്രമായി വരുന്ന ചാത്തൻ. ഈ ചാത്തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ചാത്തന്റെ ജീവിതം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്നത്. ഈ നമ്മുടെ ഈ ബുക്ക്, ഞാൻ പറഞ്ഞ ആ ഒരു നോവലിന്റെ പേര് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ? ബുക്കിന്റെ പേര് അറിയാലോ, ഒന്ന് കമന്റ് ചെയ്തേക്കുക. ആ ബുക്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു വസ്തുതയാണ് ഈ പറയുന്ന ചാത്തന്റെ ജീവിതം. ചാത്തന്റെ ജീവിതത്തെ വെള്ളത്തിൽ വരച്ച വര പോലെ. വെള്ളത്തിൽ വരച്ച വര അവിടെ കാണോ? അതവിടെ മാഞ്ഞു പോകത്തില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജലരേഖ, വെള്ളത്തിൽ വരച്ച വര പോലെ പാടിലായത്. ഇനി ഹരഹര ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക, വിഷമിപ്പിക്കുക. ഹരഹര ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക. ഹരഹര ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക എന്നർത്ഥം. എങ്കിൽ നോക്കിയേ, അധര വ്യായാമം. ഒന്നുകൂടെ, അധര വ്യായാമം, അർത്ഥശൂന്യമായ സംസാരം, ഗുണമില്ലാത്ത സംസാരം, ഉപയോഗമില്ലാത്ത സംസാരം. പ്രസംഗവശാൽ, ഞാനത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത് എന്ന് പറഞ്ഞ് ചിലര് സന്ദർഭവശാൽ പറയില്ലേ, അതാ സംഭവം. സന്ദർഭവശാൽ, പ്രസംഗവശാൽ. ഓക്കെ അല്ലേ? ഇനി ഇലവു കാത്ത കിളി, അതായത് ഫലമില്ലാത്ത കാത്തിരിപ്പ്. ഈ ഇലവ് കാത്ത കിളി എന്നതിന് സമാനമായി ഒരു ശൈലി കൂടെയുണ്ട്. ഒരു
ആലത്തൂർ എന്ന് തുടങ്ങുന്ന ഒരു ശൈലി, ആ ശൈലി നിങ്ങൾക്കറിയുന്നവർ അതും ഒന്ന് കമന്റ് ചെയ്തേ. ആലത്തൂർ എന്ന് തുടങ്ങുന്ന ഒരു ശൈലിയിലെ, ആലത്തൂർ വായിക്കാൻ പറ്റുന്നുണ്ടോടാ? ഉണ്ടല്ലേ. ആലത്തൂർ എന്ന് തുടങ്ങുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ ആ തുടക്കം ഞാൻ തന്നു, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. ഒരു കുഞ്ഞു വാക്കൂടെ ഉള്ളൂ, അതിന്റെ ബാലൻസ് അതൊന്ന് ഫില്ല് ചെയ്ത് എന്ത് ചെയ്തേക്കുക, കമന്റ് ബോക്സിൽ നിക്ഷേപിച്ചേക്കുക. ആലത്തൂർ, ഓക്കെ, ഡേഷ് അല്ലെ. അപ്പോൾ ആലത്തൂർ എന്ന് പറഞ്ഞ് എന്താണ് അതിന്റെ ബാലൻസ്, ആ ശൈലി ഒന്ന് താഴെ ഇട്ടേക്കുക. ഓക്കെ, താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. മക്കളെ നോക്കിയേ, രണ്ടും സെയിം അല്ലേ? രണ്ട് സെയിം അല്ലേ? ഇലവ് കാത്തകളി, ഇലവ് കാത്ത്, അത് അല്ലെങ്കിൽ ഇലവില് കാവന്ന്, അത് പൂത്ത് പഴുത്ത് കായായി ഭക്ഷിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇലവ് പൂത്ത് കഴിയുമ്പോൾ എന്തായി? അത് വെറും പഞ്ഞി മാത്രമായി പോകുന്നു. അത് കഴിക്കാൻ എന്തെങ്കിലും കിട്ടോ? ഇല്ല അല്ലെ. അപ്പോ ഫലമില്ലാത്ത കാത്തിരിപ്പ് എന്നർത്ഥം. ഇനി പാർശ്വവർത്തികൾ, അനുയായികൾ, പാർശ്വവർത്തികൾ അനുയായികൾ എന്നർത്ഥം. പഠിച്ചോണെ, ചോദിക്കേ. പാർശ്വവർത്തികൾ അനുയായികൾ. കാർക്കോടക നയം. ഞാൻ ഈ നളചരിതം പറയുന്ന എല്ലാ സെക്ഷനിലും, നളചരിതം പഠിപ്പിക്കുന്ന എപ്പോഴും ഞാൻ പറയുന്ന ഒരു ശൈലിയാണ് കാർക്കോടക നയം അല്ലെ. നളന് കാർക്കോടകൻ കൊടുത്ത സമ്മാനമാണ് അല്ലെ, ഒരു കുഞ്ഞു കൊത്ത് അല്ലെ. അതായത് രക്ഷിച്ചവനെ തന്നെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. ഇനി ഗുളികകാലം, അശുഭകാലം. ഈ ഗുളികൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് കാന്താരയാണ് ഓർമ്മ വരുന്നത് അല്ലെ. കാന്താരയൊക്കെ അറിയാമല്ലോ അല്ലെ, അതിന്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഗുളികകാലം മതി, വെറുതെ അതിൻ്റെ റിസ്കിലേക്ക് പോകേണ്ടത് നമ്മൾ, എന്തിനാണ് വെറുതെ. ഓക്കെ, ശരി, നമ്മുടെ ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ശൈലികളുമായി ബന്ധപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ദാ ഇവിടെ നോക്കിയേ, അടുത്ത ചോദ്യം. ഇത് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം. സത്യത്തിൽ വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പ്രോപ്പർ റൂൾസ് അനുസരിച്ച് പ്ലസ് മാനം കറക്റ്റായിട്ട് എന്താ വരേണ്ടത്? പ്രമാണം ആണ് വരേണ്ടത്. പ്ലസ് മാനം എന്ന പദം ചേർത്ത് എഴുതുമ്പോൾ എന്ത് തന്നെയാണ് വരേണ്ടത്? പ്രമാണം തന്നെയാണ് വരേണ്ടത്. പക്ഷെ PSC ഉത്തരമായി കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ഓക്കെ, അവിടെ ഒഫീഷ്യൽ ആൻസർ കീയിലും എന്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്? പ്രമാണമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും ആ പ്രമാണം തന്നെ പഠിക്കുക. അതിനപ്പുറത്തേക്ക് അതിലേക്ക് വരാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെയൊന്നും വരണ്ട. നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, പ്ലസ് മാനം ഒരിക്കലും പ്രമാണമാവില്ല. എന്നിരുന്നാലും PSCക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതങ്ങനെ അങ്ങ് പഠിക്കുന്നു. ഓക്കെ, ഞാനീ പറഞ്ഞില്ല, ചില ചോദ്യങ്ങളിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. PSCക്ക് പലപ്പോഴും ഒന്നിലധികം കൊമ്പുകളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, അതങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? എനിക്കും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ ഞാനവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിഗ്രി ലെവലൊക്കെ തന്നെ ചോദിച്ച ചോദ്യങ്ങളും പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ഇത് നോക്കിയേ, ചോദ്യം വാക്ക് അധികം വാദം. ഒരുപക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഒന്നാണിത്, വാക്ക് പ്ലസ് വാദം. ഓക്കെ, ക എന്ന ശബ്ദവും ക എന്ന ശബ്ദവും വാ എന്ന ശബ്ദമാണ് വരുന്നത്. അപ്പൊ അതിന്റെ മൃദുവായ ഗ വരണം, മൃദുവായ ഗ. ഇനി ഗ വന്നു, ഗും വായും കൂടെ ചേരുമ്പോൾ വാ അടയാളം അതിലേക്ക് വരുന്നു, വാഗ്വാദം അല്ലെ. ഇതാ നോക്കിയേ, വാഗ്വാദം എവിടെയാണ്? വാഗ്വാദം ദാ കിടപ്പുണ്ട്, വാഗ്വാദം, സി ഓപ്ഷൻ. ഓക്കെ, വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. ഇനി നോക്കിയേ, ഇത് 47/2024 സ്റ്റേജ് 2 ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. പോട്ടെ പ്ലസ് അവൻ എങ്ങനെ ചേർത്ത് എഴുതാമെന്നാണ്. ഓപ്ഷനില് പോട്ടവനുണ്ട്, പോട്ടേയവൻ. ഒരു സംശയം വേണ്ട, ഈ പോട്ടവൻ എന്ന് പറയുന്ന പദം കറക്റ്റാ. പോട്ടവൻ എന്ന് പറയുന്ന പദം ഒരു തെറ്റുമല്ല. പോട്ടേയവൻ എന്ന് പറയുന്നതും ശരിയാണ്, പോട്ടേയവൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരമായി വരുന്നത് 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. 1ഉം 2ഉം ശരി. ഓക്കെ, ഇതിന് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ചോദ്യം 71/2024 തീക്കനൽ അല്ലെ. തീ പ്ലസ് കനൽ, തീക്കനലുണ്ട്, നടക്കുന്നു തീക്കനൽ. എന്തിനാ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതാണ് തീ അധികം കനൽ, തീക്കനൽ, കായിരട്ടിച്ചു അല്ലെ. തീ പ്ലസ് കനൽ, തീക്കനൽ. സെറ്റ്, മുന്നോട്ട് പോകുന്നു. ഇനി നോക്കിയേ, ഈ അധികം അൾ. ചോദ്യം വന്നിരിക്കുന്നത് 31/2023 ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 2023 സ്റ്റേജ് 1 ചോദ്യമാണ്. ഇ പ്ലസ് അൾ. അതിന്റെ ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതൾ എന്നൊരു ഓപ്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കൊള്ളാം കേട്ടോ. ഇ പ്ലസ് അൾ, മക്കളെ നോക്ക്, ഇ പ്ലസ് അൾ. ഓക്കെ, ഈയും ആയും രണ്ട് സ്വരങ്ങൾ ചേർന്ന് വരുന്നു. അപ്പൊ അവിടെ വാ ആണ് ആഗമിക്കേണ്ടത്, വാ ആഗമിക്കണം അല്ലെ. അപ്പോ അൾ, ഇവൾ. ഈ വാ എന്ന് പറയുന്നത് വ് എന്ന ശബ്ദമാണ് വരുന്നത്. വ് ആയോടൊപ്പം ചേർന്നാണ് വാ ആകുന്നത് കേട്ടോ, നമുക്കറിയാലോ, ഇവൾ. അപ്പോൾ ശരി ഏതാണ്? ഇവൾ എന്ന പദമാണ് ശരി, ഇവൾ. ഓക്കെ, ശരി, മുന്നോട്ട്.
അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ശ്രദ്ധിച്ചേ. വിദ്യുത പ്ലസ് ശക്തി, വിദ്യുത പ്ലസ് ശക്തി, വിദ്യുത പ്ലസ് ശക്തി, വിദ്യുത പ്ലസ് ശക്തി. അത് വിദ്യുത് ശക്തിയാണോ, അതോ വിദ്യുത് ശക്തിയാണോ, അതോ വിദ്യുത് ശക്തിയാണോ, അതോ വിദ്യുത് ശക്തിയാണോ? ഏതാണ് ശരി? ചോദ്യം ചോദിച്ചിരിക്കുന്നത് 37/2023, 37/2023 ഡിഗ്രി പ്രിലിംസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റേജ് 2-ൽ. ഏതാ ഉത്തരം ഒന്ന് പറഞ്ഞേ മക്കളെ. ഇതാണ് ശരി, വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി നോക്കിയേ, വിദ്യുത പ്ലസ് ശക്തി ചേർത്തെഴുതുന്നു വിദ്യുത് ശക്തി എന്ന് കിട്ടും. ഓക്കെ, മുന്നോട്ട് പോകാലോ. എങ്കിൽ നോക്കിയേ, ഈ ചോദ്യവും വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. ഇത് 2023 ഡിഗ്രി ലെവലിന്റെ തേർഡ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്. ഇത് നോക്കിയേ, വട്ടം പ്ലസ് പലക, വട്ടം പ്ലസ് പലക, വട്ടം പ്ലസ് പലക, വട്ടത്തെ പലക എന്ന് വരൂ, വട്ടത്തെ പലക. കാരണം അങ്ങനെയൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വട്ടം പ്ലസ് പലക വരുന്നത് വട്ടപ്പലക. അതായതാണ് ഉത്തരം, വട്ടപ്പലക, വട്ടപ്പലക. വട്ടം പ്ലസ് പലക ഏതാണ്? വട്ടപ്പലക. വട്ടം പ്ലസ് പലക, വട്ടപ്പലക. ക്ലിയർ അല്ലടാ? മുമ്പോട്ട് പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1-2 ചോദ്യങ്ങളുടെ പെട്ടെന്നൊന്ന് പറഞ്ഞു വരാം നമുക്ക്. നോക്കിയേ, കരി പ്ലസ് പാറ. എങ്ങനെയാണ് കരി പ്ലസ് പാറ? എങ്ങനെയാ കരി പ്ലസ് പാറ ചേർത്തെഴുതാൻ നോക്കാം. കരി പ്ലസ് പാറ നോക്കിയേ, കരി പ്ലസ് പാറ ചേർത്തെഴുതുമ്പോൾ കരിമ്പാറ എന്ന് കിട്ടും. ചോദിച്ചിട്ടുണ്ടേ, കരിയധികം പാറ കരിമ്പാറയാണ്. ഇനി കരിയധികം ചന്തയാണെങ്കിലോ അത് കരിഞ്ചന്തയാണ്, കരിഞ്ചന്ത. ഓക്കെ, ഇതൊക്കെ ആഗമസന്ധിയാണ്. ഞാൻ നമ്മുടെ യൂട്യൂബിന്റെ അകത്ത് തന്നെ നമുക്ക് അതിന്റെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്, ഒന്ന് നോക്കിക്കോണേ. കരിയധികം പാറ കരിമ്പാറ, കരിയധികം ചന്ത കരിഞ്ചന്ത. ഇനി സു അധികം ആഗതം, സു അധികം ആഗതം, സ്വാഗതം. കേട്ടോ, സ്വാഗതം. സു അധികം ആഗതം, സ്വാഗതം. ഇനി എരിയധികം തീ ആണെങ്കിലോ അത് എരിയധികം തീ, എരുതിയാണ്. എരിയധികം തീ, എരുതി. സന്ധി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ദ്വിത്വസന്ധിയാണ്. എന്തുകൊണ്ട് ദ്വിത്വസന്ധി ആവും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? ഓർത്തോണം. എരിയധികം തീ, എരുതിയാണ്. ഇനി മിന്നൽ അധികം കൊടിയാണ്, മിന്നൽ കൊടി, മിന്നൽ കൊടി, മിന്നൽ കൊടി. മിന്നൽ അധികം കൊടി ഏതാണ്? മിന്നൽ കൊടി. എങ്കിലോർത്തെ ചിത് അധികം മുദ്ര, ചിത് അധികം മുദ്ര, അതാണ് ചിന്മുദ്ര. ചിത് അധികം മുദ്രയാണ് ചിന്മുദ്ര. കഴിഞ്ഞ LDCക്ക് തിരുവനന്തപുരത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിത്തധികം മുദ്ര, ചിന്മുദ്ര. ഇനി ഈ അധികം മാതിരി, ഈ അധികം മാതിരി, ഇമ്മാതിരി, ഇമ്മാതിരി. ഈ അധികം മാതിരി എന്താണ്? ഇമ്മാതിരി. ഈ അധികം മാതിരി, ഇമ്മാതിരി. സെറ്റല്ലടാ? മുമ്പോട്ട് പോട്ടെ. ഇനി അടുത്ത പദം നോക്കിയേ, കർണ പ്ലസ് ആനന്ദം, കർണ പ്ലസ് ആനന്ദം, കർണാനന്ദം, കർണ പ്ലസ് ആനന്ദം, കർണാനന്ദം. എല്ലാത്തിൻ്റെയും റൂൾസും കാര്യങ്ങളും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാതെ ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് വരുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ മക്കളെ? നോക്കിയാൽ കർണ പ്ലസ് ആനന്ദം, കർണാനന്ദം. ഇനി ഇല പ്ലസ് താളം, ഇല പ്ലസ് താളം, അതാണ് ഇലത്താളം. ഇല പ്ലസ് താളം, ഇലത്താളം. എങ്കിൽ കേമം പ്ലസ് അൻ, കേമം പ്ലസ് അൻ, കേമൻ. അല്ലെ? കേമൻ, കേമം പ്ലസ് അൻ, കേമൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മലര് പ്ലസ് അമ്പൻ, അതാണ് മലരമ്പൻ, മലരമ്പൻ. മലര് പ്ലസ് അമ്പൻ, മലരമ്പൻ. ഇനി തേര് പ്ലസ് ഓട്ടം, തേര് പ്ലസ് ഓട്ടം, അതാണ് തേരോട്ടം. തേര് പ്ലസ് ഓട്ടം ചേർത്ത് എന്ത് കിട്ടുന്നുണ്ട്? തേരോട്ടം. ഇനി പരമ ഉച്ച നില, പരമ പ്ലസ് ഉച്ച പ്ലസ് നില, പരമ പ്ലസ് ഉച്ച, പരമോച്ച, പരമോച്ച, പരമോച്ച നില. ഓക്കെ, പരമ പ്ലസ് ഉച്ച, പരമോച്ച നില. ഓക്കെ, പരമ പ്ലസ് നില, പരമ പ്ലസ് ഉച്ച പ്ലസ് നില, പരമോച്ച നില. പ്രതി പ്ലസ് ഉപകാരം, പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം. ഓക്കെ അല്ലേ? പ്രത്യുപകാരം. ക്ലിയർ അല്ലേ മക്കളെ? സംഭവം സെറ്റ് അല്ലേ? അപ്പൊ ആ ചോദ്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നോക്കിയേ, ഇവിടെ ഒരു ചൊല്ലാണ് അടുത്ത PSCയുടെ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്. നമുക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ ഇപ്പോൾ ചോദിച്ച മറ്റൊരു ചോദ്യം, തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥ. ഒന്നുകൂടെ, തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലേതാണ്? കുല പഴുക്കുമ്പോൾ സംക്രാന്തി ആണോ? അല്ല. വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും? ഇല്ല, അതുമല്ല. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്, കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്, അത് കറക്റ്റാണ്. തുടക്കവും ഒടുക്കവും ഒരുമിച്ച് എന്നുള്ള ഒരർത്ഥത്തിലേക്ക് വരുന്നുണ്ട്.
ഉറവ് തന്നെ വിളയിൽ കൈവച്ചു. ഇല്ല, തെറ്റാണ് അല്ലെ. അപ്പൊ ഇത് മൂന്നും തെറ്റാണ്. ശരി ഏതാണ്? ആ കന്യ പറിക്കലും കടലാട്ടവും എന്ന ഒരു ചോദ്യമാണ് ശരിയായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, നമ്മൾ പഴഞ്ചൊല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചക്ക വേലിലും കായ്ക്കും തുടങ്ങി ഒരുപാട്. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കുറച്ചേറെ വാക്കുകളുണ്ട്. ഈ ശൈലികളും പഴഞ്ചൊല്ലും തമ്മിലുള്ള പൊതുവായ വ്യത്യാസം ഓർത്തു വെച്ചോണം. ശീലുകളിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നതാണ് ശൈലികൾ. ശീലുകളിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നതാണ് ശൈലികൾ. ഓർത്തു വെച്ചോണം, ശീലുകളിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നത് ശൈലികളാണ്. ഓക്കെ, എന്നാൽ പഴഞ്ചൊല്ലുകൾ ഈ പറയുന്ന പോലെ ഇത് പഴമയിൽ അല്ലെങ്കിൽ ഒരിടം എഴുതി വെച്ചിട്ടുള്ളതല്ല, മറിച്ച് ഇങ്ങനെ കാലങ്ങളോളം കൈമാറി വന്ന സതുപദേശ അല്ലെങ്കിൽ നല്ല ഗുണം നൽകുന്ന, നല്ല ആശയങ്ങൾ നൽകുന്ന ചിന്തകളും കൂടെയാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചക്ക വേലിലും കായ്ക്കും തുടങ്ങിയിട്ടുള്ള ചൊല്ലുകളൊക്കെ അതിൽ വരുന്നതാണ്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്നത് അതൊക്കെ എന്താണ്? ഈ പറയുന്നത് ചൊല്ലുകളാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചൊല്ലുകൾ എന്ത് ചെയ്യണം? കുറച്ചേറെ ചൊല്ലുകൾ നമ്മുടെ എക്സാമിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോണെങ്കിൽ ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്ന ചോദ്യം ഇതാണ്. ചോദ്യം പാർവതി ജാനി അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചോദ്യ പേപ്പറിൽ അടുത്ത കുറച്ച് കുട്ടികളെ കുറച്ചേറെ ബുദ്ധിമുട്ടിച്ച ഒരു ചോദ്യമാണ് പാർവതി ജാനി എന്നത്. ഇത് ഘടകപദങ്ങളാക്കി വേർതിരിക്കുക എന്നുള്ളതാണ്. പാർവതി ജാനി, പാർവതിയിൽ ജനിച്ചവൻ എന്നാണോ? പാർവതിയിൽ ജനിച്ചവൻ എന്ന് വരില്ല അല്ലെ. അത് പാർവതി എന്താണ്? പാർവതിയിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിലേക്ക് അത് വരില്ല. കാരണം പാർവതിയിൽ ജായയായ ആളാണ് ജാനി. അപ്പൊ അതങ്ങനെ വരേണ്ട, ഭർത്താവ് എന്ന അർത്ഥത്തില. ഓക്കെ, അപ്പൊ പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ അതുമല്ല, അത് ലിംഗഭേദം വെച്ചത് തെറ്റാണ്, രണ്ടും തെറ്റാ. പാർവതി ജായയായിട്ടുള്ളവൻ കറക്റ്റ്. പാർവതി ജായയായിട്ടുള്ളവൻ, ജായ ഭാര്യ എന്നർത്ഥം, ജായ ഭാര്യ. പാർവതി ഭാര്യയായുള്ളവൻ ആരാണ്? ശിവനാണ്, പരമശിവൻ അല്ലെ. പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ അല്ല, പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ ആരാണ്? ജനകനാണ്. പാർവതിയുടെ ജനകനായിട്ടുള്ളത് ജനകനാണ്, അതല്ല ജനകൻ എന്നാൽ അച്ഛൻ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പർവ്വതേശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതേപോലെ പാർവതി ജനകൻ, അത് തെറ്റാ, ആ പദം വരില്ല. ഓക്കെ, ഇപ്പൊ ശരിയായത് ഏതാണ്? പാർവതി ജായയായിട്ടുള്ളവൻ, അതായത് പാർവതി ഭാര്യയായിട്ടുള്ളവൻ എന്നാണ്, ശിവനാണ്. ഒന്ന് നോക്കിയേ ഇവിടെ ഈ പറയും പോലെ എന്താണ് ഇത്? സമാസവുമായി ബന്ധപ്പെട്ട ബഹുവ്രീഹി സമാസത്തിനകത്ത് ബഹുവ്രീഹി ഓക്കെ, ബഹുവ്രീഹി സമാസത്തിനകത്ത് വരുന്നതാണ്. ഓക്കെ, ബഹുവ്രീഹി സമാസമൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുവ്രീഹി അതായത് പൂർവോത്തര പദങ്ങളിൽ അവയ്ക്ക് അല്ലെങ്കിൽ പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അർത്ഥമെടുക്കുമ്പോൾ അതിൽ മറ്റൊന്നിൻ്റെ അർത്ഥം രണ്ടും കൂടെ ചേരുമ്പോൾ മറ്റൊരർത്ഥം വരുന്നതാണ് ഈ പറയുന്ന ബഹുവ്രീഹി സമാസം എന്ന് പറയും. ഇപ്പോൾ പീതാംബരൻ എന്ന് പറയത്തില്ലേ, നമ്മൾ പീതാംബരൻ, പീതമായ വസ്ത്രത്തോട് അല്ലെങ്കിൽ പീതമായ വസ്ത്രം ധരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് പദത്തിൻ്റെയും അർത്ഥമല്ലാതെ മറ്റൊരാൾ, കൃഷ്ണൻ എന്ന ഒരു പദത്തിലേക്ക് വരുന്നു. നീലകണ്ഠൻ, നീലയായ കണ്ടമുള്ളവൻ, നീലയെന്നോ ശബ്ദമോ കണ്ടം കഴുത്തെന്ന ശബ്ദമോ അല്ലാതെ ശിവൻ എന്ന മറ്റൊരർത്ഥത്തിലേക്ക് വരുന്നുവെങ്കിൽ അത് ഈ പറയുന്ന ബഹുവ്രീഹിക്ക് ഉദാഹരണമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പദങ്ങളിൽ പൂർവോത്തര പദങ്ങളിൽ രണ്ടിൻ്റെയും അർത്ഥമല്ലാതെ രണ്ടും കൂടെ ചേരുമ്പോൾ മറ്റൊരർത്ഥം എടുക്കുന്നതാണ് ഈ പറയുന്ന ബഹുവ്രീഹി സമാസം. അതിലാണ് ഇത് വരുന്നത്, പാർവതി ജാനി എന്ന പദം എടുക്കുന്നത് ഘടകപദമാക്കുമ്പോൾ. ഓക്കെ അല്ലേ? ഇനി ഈ ഭാഗത്ത് തന്നെ PSC അടുത്തും ചോദിച്ചൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് PSC നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൂടെ ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ക്ലാസ്സുകൾ പറയുന്നൊരു ചോദ്യമാണ്. ചക്ഷുശ്രവണൻ എന്ന പദം, ചക്ഷുശ്രവണൻ എന്ന പദം ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചക്ഷു എന്ന വാക്കിന് കണ്ണ് എന്നാണ് അർത്ഥം. അക്ഷി, മിഴി, നയനം, നേത്രം, ലോചനം. ഓക്കെ, ഇവയെല്ലാം തന്നെ എന്താണ്? കണ്ണാണ് അല്ലെ. അപ്പോൾ ചക്ഷു ശ്രവണൻ, ശ്രവണൻ കേൾക്കുന്നവൻ, കണ്ണ് ഡാഷ് കേൾക്കുന്നവൻ അല്ലെ. കണ്ണ് കൊണ്ട്, അവിടെ കൊണ്ട് എന്ന ശബ്ദമാണ് കൊടുക്കേണ്ടത്. കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ എന്നർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന ഘടകപദം എന്ന് പറയുന്ന ഒരു ഭാഗവും നിങ്ങൾ പഠിച്ചു വെക്കുക, പ്രധാനമാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ഇതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ തന്ന് ഞാൻ ഈ ഒരു ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗവും നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ ചോദ്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു അന്ന് ഈ എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികളാണ് ഇതിൻ്റെ ഒരു വിഷമം പറഞ്ഞത്. സാർ ഇത് ഇത് പാടായിരുന്നു, ഇത് കിട്ടിയില്ലായിരുന്നല്ലോ, ഞങ്ങൾ എന്താണ് എന്നൊക്കെ പല മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഓർത്ത് വയ്ക്കുക, അത് ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാട്ടോ. അത് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളത് അതിൻ്റെ ഒരു അത് കറക്റ്റ് അത് എന്താണ് സംഭവം എന്നുള്ളതെന്ന് ഓർത്തെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. അത് മാത്രമേ അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടുള്ളൂ. നോക്കിയ അടുത്ത ചോദ്യം, പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് പ്രേക്ഷക എന്നുള്ളത്. പ്രേക്ഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് പ്രേക്ഷക.
ഓർത്ത് വയ്ക്കുക, PSC ചോദിച്ചിട്ടുണ്ട് മുമ്പ്, KS-ന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശ്രോതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം, ശ്രോതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ശ്രോത്രി എന്ന പദം. ശ്രോതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? ശ്രോത്രി എന്ന പദമാണ്. ശ്രോതയും ശ്രോതിനിയും ഒക്കെ കാണും, എടുക്കരുത്. ഇനി വിദ്വാൻ എന്ന പദത്തിന് സ്ത്രീലിംഗമായി നമ്മൾ കൊടുക്കേണ്ടത് വിദുഷി എന്ന പദമാണ്. വിദ്വാൻ, വിദുഷി, വിദ്വാൻ, വിദുഷി. അതുപോലെ തന്നെ വിദുഷി എന്ന പദത്തിന്റെ പുല്ലിംഗമായി വരുന്ന പദം വിദ്വാനാണ്. വിദുഷി എന്ന പദത്തിന്റെ പുല്ലിംഗമായി വരുന്ന പദം ഏതാണ്? അത് വിദുഷിയാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവലുകളിൽ തന്നെ PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കവി എന്ന പദം, കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് കവയിത്രി എന്ന പദം. കവി, കവയിത്രി, കവി, കവയിത്രി. ഇനി ഘാതനൻ എന്ന പദത്തിന് ഡിഗ്രിയുടെ ചോദ്യമാണ്. ഘാതനൻ, ഘാതനൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഘാതിനി എന്നത്. ഘാതനൻ, ഘാതിനി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് പ്രഭി എന്നത്. പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? പ്രഭി എന്നതാണ്. പ്രഭി. ഓക്കെ അല്ലേ? ഓർത്തു വെക്കുക. ജാമാതാവ്, ജാമാതാവ്. ഓക്കെ, ജാമാതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് സ്നുഷ അല്ലെ? ജാമാതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് സ്നുഷ എന്നുള്ളത്. സ്നുഷ. ഓർക്കുക, പണ്ടാല എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് കോവിലമ്മ. പണ്ടാല എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് കോവിലമ്മ. ഓക്കെ, ഇനി കുട്ടികൾ ഇപ്പോൾ പലരും, അല്ലെങ്കിൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന ബുക്കിലെ നായിക എന്ന പദം വെച്ച് വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടേ. ഓർക്കുക, നായകൻ എന്ന പദം, നായകൻ. ഈ നായകൻ എന്ന പദം നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി സ്വീകരിച്ചൊരു പദമാണ്. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം അത് നായികയാണ്. നായകൻ, നായിക അല്ലെ? നായിക എന്നുള്ളത് തമിഴ് പദമാണേ, തമിഴ് പദമാ. നായകൻ, നായിക. അപ്പൊ ഈ പറഞ്ഞ പദങ്ങൾ ശ്രോതാവ്, കേൾക്കുന്നവൻ എന്നർത്ഥം. വിദ്വാൻ, വിദുഷി. കവി, കവയത്രി. പണ്ടാല, കോവിലമ്മ. ഘാതനൻ, ഘാതിനി. ഘാതനൻ കൊല്ലുന്നവൻ എന്നർത്ഥം. ഘാതനൻ, ഘാതിനി. പ്രഭു, പ്രഭി. ജാമാതാവ്, സ്നുഷ. നായകൻ, നായിക. ഓക്കെ, നമ്മൾ മുൻപും നമ്മുടെ ക്ലാസ്സിലൊക്കെ തന്നെ, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഉൾപ്പെടെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇനി ലാസ്റ്റത്തെ ചോദ്യം, ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമ്മുടെ ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. മക്കളെ, ചോദ്യം ഇത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ്. നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപം അല്ലാത്തതേത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചന രൂപം അല്ലാത്തതേത്? അവർ എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്, മാരാർ എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്, അവർ എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്, ചിലർ എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്, ധീരർ എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലെ? അവർ ബഹുവചനമാണ്, ഒന്നിലധികം പേർ. ചിലർ ബഹുവചനമാണ്, ധീരരും ബഹുവചനമാണ്. എന്നാൽ മാരാരോ, മാരാർ ഏകവചനമാണ്. ഓക്കെ അല്ലെ? ഇത്തരത്തിൽ ഓർത്തു വയ്ക്കുക, ഒരു നാമപദം ഒന്നിനെ കുറിക്കുന്നുവെങ്കിൽ അത് ഏകവചനമായിരിക്കും. ആ ഏകവചന ശബ്ദം ചിലത് പൂജക ബഹുവചനമായി വരും. അതിന് എക്സാമ്പിളാണ് ഈ ഗുരുക്കൾ, 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 സ്വാമികൾ, ശാസ്ത്രികൾ, താങ്കൾ, താങ്കൾ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വിട്ടുപോലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പദങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഈ പദങ്ങളൊന്ന് പറഞ്ഞു തരാം നമുക്ക്. ഗുരുക്കൾ എന്ന പദം എടുക്കുക. ഗുരുക്കൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഏകവചന ശബ്ദമാണ്, ഏകവചന ശബ്ദം. എന്നാൽ പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലയോ ഒക്കെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അയാൾക്ക് ബഹുമാനാർത്ഥം കൊടുക്കുന്ന ബഹുവചന ശബ്ദം അല്ലെ? ഗുരു എന്ന ശബ്ദത്തിന്റെ പൂജക ബഹുവചന ശബ്ദമാണ് ഗുരുക്കൾ. പൂജക ബഹുവചനമാണെങ്കിലും ആളൊരാളല്ലേ ഉള്ളൂ. ഇപ്പൊ നോക്കിയേ, സ്വാമികൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അത് പൂജക ബഹുവചനമാണ് പ്ലസ് ഏകവചനവുമാണ്. ശാസ്ത്രികൾ പൂജക ബഹുവചനമാണ്, ഏകവചനവുമാണ്. താങ്കൾ പൂജക ബഹുവചനമാണ്, ഏകവചനവുമാണ്. ഇപ്പൊ PSC കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പദമായിരുന്നു വൈദ്യർ. വൈദ്യർ. മക്കളെ, വൈദ്യർ അത് ബഹുവചനമാണോ? ആണ്. ഏത് ബഹുവചനം? പൂജക ബഹുവചനം. എന്നാൽ അത് ഏകവചനവുമല്ലേ? ഒരാളല്ലേ ഉള്ളൂ. വൈദ്യർ, വൈദ്യർ. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ ന്യായാധിപർ, ന്യായാധിപർ, ന്യായാധിപർ എന്ന പദം, അതിലും ഒരാളല്ലേ ഉള്ളൂ. ന്യായാധിപർ ഒരാളേ ഉള്ളൂ. പക്ഷെ എന്താണ്? പൂജക ബഹുവചനമാണ്. ഇത്തരത്തിൽ എല്ലാ പൂജക ബഹുവചന ശബ്ദങ്ങളും ഏകവചനവുമായിരിക്കും. ഇവിടെ ചോദ്യമായിരുന്നത് ബഹുവചന രൂപം അല്ലാത്തതെന്നാ. അപ്പൊ ഈ കാണുന്നതും എന്ത് തന്നെയാണ്? ബഹുവചന രൂപം അല്ലാത്തത്. പക്ഷെ അതിന്റെ താഴെ എന്തുണ്ട്? ഈ അള്ളും കള്ളും മാറും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ഒരു ഏകവചന ശബ്ദം ബഹുവചനമാകണമെങ്കിൽ ആ ഏകവചന ശബ്ദത്തിന്റെ ലാസ്റ്റ് അൾ, കൾ, മാർ, അർ ഇവയിൽ ഏതെങ്കിലും ഒരു ശബ്ദം വരണം.
അല്ലെ? അൾ, കൾ, മാർ, അർ. ഓർക്കുക, ഈ പറയുന്ന അള്ളോ, കള്ളോ, മാറോ, അറോ ഇല്ലാതെ ഒരു ബഹുവചന ശബ്ദവും ഉണ്ടാവില്ല. അള്ളോ, കള്ളോ, മാറോ, അറോ ഇല്ലാതെ ഒരു ബഹുവചന ശബ്ദവും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താ? ഇവ ഉണ്ടായി എന്ന പേരിൽ എല്ലാ ശബ്ദവും ബഹുവചനം ആവുന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വൈദ്യര്, പത്രാധിപര്, ഗുരുക്കള്, സ്വാമികള്, ശാസ്ത്രികള്, താങ്കൾ, ഇവയിലെല്ലാം ഈ അള്ളം, കള്ളും, മാറും ഒക്കെ ഉണ്ടെങ്കിലും ഇവ എന്താണ്? ഏകവചനം കൂടെയാണ്. എന്നാൽ ഏകവചനം ബഹുവചനമാണെങ്കിൽ ഇത് നിർബന്ധമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഓർക്കേണ്ടത് വചന രൂപങ്ങൾ പഠിക്കണം, ഏകവചനം ബഹുവചനം എന്താണെന്ന് പഠിക്കുക, ബഹുവചനത്തിന്റെ പിരിവുകളായി എന്താണ് സലിംഗ ബഹുവചനവും അലിംഗ ബഹുവചനവും പൂജക ബഹുവചനവും പഠിക്കുക. പിന്നെ മലയാളത്തിലില്ലാത്ത വചന രൂപം ഏത് എന്ന് ചോദിക്കും. മലയാളത്തിലില്ലാത്ത വചന രൂപമാണ് ദ്വിവചനം. മലയാളത്തിലില്ലാത്ത വചന രൂപമാണ് ദ്വിവചനം. ഇത് PSC റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. ഇത് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെട്ടിയിട്ടത് കേട്ടോ. മലയാളത്തിൽ എന്തില്ല? ദ്വിവചനമില്ല. ഇത് PSC ചോദിക്കാറുണ്ട്. മലയാളത്തിൽ ദ്വിവചനമില്ല. ഓക്കെ അല്ലടാ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 56/2025 ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച മലയാള ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മുൻകാല ചോദ്യങ്ങൾ പേപ്പറുകളെല്ലാം തന്നെ കാണിച്ചു തന്നേ പോയത്. എല്ലാത്തിനും അങ്ങനെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചിലത് ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. വരുന്ന എക്സാമിന് ഈ ക്ലാസ് നിങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി വരുന്ന മെയിൻസും മറ്റ് എക്സാമുകളെല്ലാം തന്നെ അല്ലെ മുൻപത്തെ പോലെ ദ മൈമെന്റിന്റെ ഫുൾ ടീം, ഞങ്ങൾ ഫുൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. കംപ്ലീറ്റ് ഒരു എക്സാം നിങ്ങൾ ആ എക്സാമിനെ എന്താണ് നിങ്ങളുടെ കയ്യിൽ ഈ പറയും പോലെ അഡ്വൈസ് മെമ്പർ കയ്യിൽ കിട്ടും വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. സോ കട്ടയ്ക്ക് പഠിക്കുക. ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ ഫുൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഏറ്റവും നല്ലൊരു എക്സാം കാലഘട്ടമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.